بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നന്നായി പഠിക്കുകയും യഥാർത്ഥ പ്രമാണങ്ങളോട് കൂറുപുലർത്തി പരിശുദ്ധമായ ഇസ്ലാമിക ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. സബഊന മുഖാലഫ തഖൗ ഫിഹാ നിസാഉ യജിബുൽ ഹയറ മിൻഹാ. നമ്മുടെ മുസ്ലിം സ്ത്രീകൾ സാധാരണ പെട്ടുപോകുന്ന, എന്നാൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി വളരെ കരുതിയിരിക്കേണ്ട 70 മുഖാലഫത്തുകൾ, തെറ്റുകളാണ് ഷേഖ് അബ്ദുല്ലാ ബിൻ അബ്ദുറഹ്മാൻ ജിബ്രി ഈ ചെറിയൊരു ലഘുലേഖയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിനെ മുൻനിർത്തി മുസ്ലിം സ്ത്രീ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതും, അതേപോലെ മുസ്ലിം സ്ത്രീകളെ തർബിയത്ത് ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നത്. വളരെ നിർണായകമായ കാര്യം നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുക. നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും സ്വർഗത്തിലെത്തലും നമുക്ക് അനിവാര്യമാണ്. സൗകര്യമുണ്ടെങ്കിൽ മാത്രം നടക്കേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് അതിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ ഏത് നിലക്കും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അഖീദയാണ്. അഖീദയിൽ നമ്മുടെ സമുദായത്തിലെ സ്ത്രീകളടക്കം ഏറ്റവും കൂടുതൽ വരുന്ന ഭിന്നതകൾ, എതിർപ്പുകൾ. ഒന്നാമതായി ഷേഖ് പറയുന്നത് അസ്ഹാബു ഇല സഹറത്തി വൽ കഹനത്തി വൽ മുശാഗതി. ജ്യോതിഷികളെയും മന്ത്രവാദക്കാരെയും ആഭിചാരകരെയും സമീപിക്കുക. നമ്മുടെ നാട്ടിൽ ജ്യോതിഷന്മാരെ സമീപിക്കുന്നതും മന്ത്രവാദികൾ പോകുന്നതും മന്ത്രവാദം നടത്തുന്ന മുസ്ലിയാക്കന്മാരെയും സംഘന്മാരെയും തെരഞ്ഞു പോകുന്നതും ഒക്കെ ഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്ന് കാണാൻ കഴിയും. നാട്ടിൽ ഏറ്റവും കൂടുതൽ ചരട് കെട്ടലും ഉറുക്കുകൊണ്ടടക്കലക്കാരാണ് സ്ത്രീകളാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഏറ്റവും ആദ്യം, കാരണം ചരട് കെട്ടി ഏലത്ത് കെട്ടി മന്ത്രവാദികളെ സമീപിച്ച് ജ്യോതിഷികൾ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ നീക്കി അങ്ങനെ ഒരു നിലപാടിൽ സഞ്ചരിക്കുന്ന ആളുകൾ പിന്നെ മുസ്ലിമായി ജീവിച്ചിട്ടൊരു കാര്യമില്ല. അത് നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല,
അവര് ഖിയാമുൽ ലൈൽ വരെ ദീർഘമായി നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അഖീദ സ്വഹീഹായിരിക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിന, ആരെങ്കിലും ഒരാൾ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, ഫസദ്ദഖഹു ബിമാ യഖൂൽ, ആ ജ്യോത്സ്യൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു, എങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ ആൾ തള്ളി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഖുർആൻ, രണ്ട് ഹിക്മത്ത് അഥവാ സുന്നത്ത്, വഹി. അപ്പൊ ഖുർആനും സുന്നത്തും തള്ളുന്ന ആളുകൾ മാത്രമാണ് ജ്യോതിഷികളെ സമീപിക്കുക. അഥവാ ജ്യോതിഷികളെ സമീപിക്കുന്നവർ ആ ഒരു പ്രവർത്തനത്തോടു കൂടി പിന്നെ ഖുർആനും വേണ്ട സുന്നത്തും വേണ്ട എന്ന് തീരുമാനിക്കും. അത്രയും 100% പ്രമാണത്തിന് എതിരെ നിൽക്കുന്ന സംഗതിയാണ് ജ്യോതിഷം. ജ്യോതിഷത്തിന്റെ 1% പോലും ശരിയില്ല, അംഗീകരിക്കേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. കുറച്ചൊക്കെ ശരിയുണ്ടെന്ന് പറയാൻ ഒന്നുമില്ല. 100% ഇസ്ലാം വിരുദ്ധമാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, നേരത്തെ പറഞ്ഞത് എല്ലാ സുനനുകളിലും ഒന്നാണ്. സുനൻ നസായി, സുനൻ ഇബ്നു മാജ, സുനൻ അബൂ ദാവൂദ്, അതെല്ലാം അബീ ദാവൂദിലൊക്കെ വന്നിട്ടുള്ള ഹദീസ് നേരത്തെ. മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ, ഒരാൾ ഒരു പണിക്കരെ സമീപിച്ചിട്ട് വല്ലതും ചോദിച്ചാൽ, അന്വേഷിച്ചാൽ, ഒരു ജ്യോതിഷന്റെ അരികിൽ വന്ന് എന്തെങ്കിലും ഒരു വിഷയം അന്വേഷിച്ചാൽ, കാണാതെ പോയ വസ്തുവിനെ കുറിച്ചോ, മക്കളെ കല്യാണം നടത്തേണ്ട കാലത്തെക്കുറിച്ചോ, ബിസിനസ് എപ്പോഴാണ് തുടങ്ങേണ്ടതിനെ കുറിച്ചോ, വീട് എവിടെയാണ് കരടേണ്ടത്, കിണറിനെവിടെ വിച്ഛേദിക്കേണ്ടതിനെ കുറിച്ചോ, ഇങ്ങനെയുള്ള കാര്യം ഒരു അറാഫിനോട്, ഒരു ജ്യോതിഷനോട് ഒരാൾ ചോദിച്ചാൽ, ലം തുഖ്ബൽ മിൻഹു സലാത്തുൻ 40 യൗമൻ, ചോദിച്ചാൽ മതി 40 ദിവസം അയാളിൽ നിന്ന് നമസ്കാരം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അഖീദയാണ്. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക, അള്ളാഹുവോട് മാത്രം ചോദിക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി മാത്രം ജീവിതം കൊണ്ടുപോവുക എന്നുള്ളത് വളരെ നിർണായകമാണ്. അള്ളാഹു ഭാവി അറിയാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും സ്വാധീനിക്കാനും ഒന്നും ഒരു ജ്യോതിഷനെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു തങ്ങന്മാർക്കും അള്ളാഹ് അതിനുള്ള സവിശേഷതകൾ കൽപ്പിച്ച് നൽകിയിട്ടുമില്ല. എത്ര വലിയ തങ്ങളാണെങ്കിലും നബിതങ്ങളെക്കാൾ വലിയ തങ്ങൾ ഉണ്ടാവില്ലല്ലോ. എത്ര വലിയ ദീനിയാണെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ ദീനി ഉണ്ടാവില്ലല്ലോ, അല്ലേ? അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, ദുനിയാവിൽ എന്തെങ്കിലും വാപ്പാന്റെ അടുത്തുള്ളത് വേണമെങ്കിൽ മോൾ ചോദിച്ചു തരാം, പക്ഷേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നോ മറ്റെന്തെങ്കിലും പാരത്രികമോ ആയ കാര്യങ്ങളിൽ എന്റെ അരികിലും ഒരു ശുപാർശ, ഒരു പരിഗണന, അല്ലെങ്കിൽ അള്ളാഹുവിനടുത്തൊരു ഇടയാളനായി നിൽക്കുക, അത് പ്രതീക്ഷിക്കരുത്. അൻഖരി നഫ്സത്തിനാ, നരകത്തിൽ നിന്ന് മോളെ ഫാത്തിമ നിന്റെ തടി നീ കാത്തുകൊള്ളണം. വല അന്തിക്കുലക്ക് ദർറം വല നഫ്അ, നിനക്ക് വേണ്ടി ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ഗുണം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഇനി ദേഷ്യം പിടിച്ച് ദോഷം ചെയ്യാനും കഴിയില്ല. പരലോകത്തെ കാര്യം അത് 100% അള്ളാഹ് തീരുമാനിക്കാൻ, എല്ലാ കാര്യവും 100% അള്ളാഹ് തീരുമാനിക്കാൻ. ഇവിടെ നമുക്ക് ചില സ്വാതന്ത്ര്യം വളരെ നിസ്സാരമായി അള്ളാഹു നൽകി മാത്രം, ആ സ്വാതന്ത്ര്യം പോലും എവിടെയല്ല, നഷ്ടമെത്തി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നരകമോചനവും സ്വർഗപ്രവേശനം ലക്ഷ്യം വെച്ച് അള്ളാഹുവെ സമീപിക്കുക എന്നല്ലാതെ ഏതെങ്കിലും സൃഷ്ടികളെ സമീപിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ, അള്ളാഹു മാത്രം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട അവന്റെ കഴിവിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളിലേക്ക് ചേർക്കുന്നതിന്റെ ഭാഗമാണ് ജ്യോതിഷരെ സമീപിക്കുന്നത്. ഭാവി അറിയാൻ, കാണാതെ പോയ വസ്തു എവിടെയെന്നറിയാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ജ്യോതിഷികളെയും ജ്യോതിഷന്മാരെയും അതേപോലെ തന്നെ ആ പണിയെടുക്കുന്ന ആചാര്യമാരെയും പണിക്കരെയും ഒക്കെ സമീപിക്കുന്നത്, മുസ്ലിയാക്കന്മാരെയും തങ്ങന്മാരെയും ഒക്കെ സമീപിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന ഗുരുതരമായ അനീതിയാണ്. ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളായതുകൊണ്ടാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയമായി ഷേഖ് ഇതെടുത്തു പറഞ്ഞത്. മുഖാലഫ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കൽപ്പനയ്ക്ക് എതിരായി ചെയ്യുന്ന കാര്യം എന്നാണ്. അപ്പൊ നമ്മുടെ സ്ത്രീ സമൂഹത്തിൽ കാണുന്ന 70 കാര്യങ്ങൾ അദ്ദേഹം നമ്പർ ഒന്നാമത്തെ അതാണ് മുഖാലഫ, ജ്യോതിഷികളെ സംബന്ധിക്കുന്ന സ്ത്രീകൾ. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു ഖബർ സിയാറത്ത്, സ്ത്രീകൾ മക്ബറകൾ സിയാറത്ത് ചെയ്യാൻ പാടില്ല. കാരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു സുവാറാത്തുൽ ഖുബൂർ, ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആരെ ഖബറാണെങ്കിലും ശരി അത് സന്ദർശിക്കാൻ, ഖബർസ്ഥാനിലേക്ക് സന്ദർശിക്കാൻ ആർക്ക് അനുവാദമില്ല? സ്ത്രീകൾക്ക് അനുവാദമില്ല. അതെവിടെ പോയാൽ സ്വഹാബികളെ മറമാടിയ ഖബർ ഉള്ള സ്ഥലങ്ങളിൽ പോലും സ്ത്രീകളെ പ്രവേശിക്കാൻ അനുവദിക്കില്ല. മനസ്സിലായില്ലേ? സ്ത്രീകൾക്ക് ആകെ അനുവാദമുള്ളത് ഏത് ഖബർ പോകാനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ, അത് മദീന സിയാറത്ത് ചെയ്യുന്നവർക്ക് പോകാൻ അനുവാദമുണ്ട്. മറ്റൊരു ഖബർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. പല കാരണങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഒന്ന്, സ്ത്രീകൾ കുറച്ചുകൂടി ചാപല്യമുള്ള ആളുകളാണ്. ഖബറിങ്കിലെത്തുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വൈകാരികതകൾ വരും, നെഞ്ചത്തരിക്കും. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരൊക്കെയാണെങ്കിൽ അവർ കരയും. മാത്രമല്ല, മുതിർന്നവർ ആദരിക്കപ്പെടുന്നവരും ബഹുമാന്യരുമൊക്കെയാണ് ഖബറിലുള്ളതെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഒരു ആദരവും ബഹുമാനവും തോന്നും. എന്നിട്ട് അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനും അവരോട് കാര്യങ്ങൾ കരഞ്ഞു പറയാനും ഒക്കെയുള്ള ദുർബലാവസ്ഥ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത്. അവരാണ് നിരന്തരമായി കരയുന്നവരും അതേപോലെ തന്നെ മരിച്ചവരുടെ കാര്യത്തിൽ കൂടുതൽ വൈകാരികത കൈക്കൊള്ളുന്നവരും. അത് അവരെ മഹാന്മാരുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് നിൽക്കുക. അള്ളാന്റെ മഖാമിനെ എങ്ങനെ ഭയപ്പെടുന്നത് അതുപോലെയാണ് ഏതെങ്കിലും മാനസിക രോഗികൾ ഔലിയാക്കന്മാരാണെന്നൊരു പേരിട്ടിയാൽ അവർ മറമാടപ്പെട്ടാൽ അത്തരം മഖാമുകളെ നമ്മുടെ സ്ത്രീകൾ അങ്ങേയറ്റത്തെ ഭയഭക്തിയോട് കൂടി കാണും. അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കും, അവരെ വിളിച്ചു തരും, അവരെ മുന്നിൽ കരഞ്ഞിട്ട് സങ്കടങ്ങൾ പറയും. എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ഭർത്താവിന്റെ കച്ചവടം പൊളിഞ്ഞു പോയി, മകളുടെ കല്യാണം തെറ്റാൻ പോകുന്നു, അതേപോലെ തന്നെ അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം. ഇതൊക്കെ അള്ളാഹിനോട് പറയേണ്ടത് എങ്ങനെയാണോ ആ രീതിയിൽ ഖബറിൽ ചെന്ന് പറയാൻ സാധ്യത. മാത്രമല്ല, ബഹുദൈവാരാധന തുടങ്ങിയത് ഖബറിലാണ്. ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ ചില ആളുകൾ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരാരും ബഹുദൈവാരാധന നടത്തിയിട്ടില്ല. അവരുടെ മക്കളും ബഹുദൈവാരാധന നടത്തിയിട്ടില്ല. 10 തലമുറകളുടെ ചരിത്രം ബഹുദൈവാരാധന ഇല്ലാത്ത ചരിത്രമാണ്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ലാത്തയെ പരിചയപ്പെടുത്തുന്ന സ്വഹീഹ് ബുഖാരി ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദീർഘമായ റിപ്പോർട്ടിലൂടെ ആ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ 10 തലമുറകളിൽ ബഹുദൈവാരാധന എന്നൊരു സംഗതിയാണ് ഉണ്ടായിട്ടില്ല. പിന്നെ 10ാമത്തെ തലമുറയിലാണ് ആദ്യമായിട്ട് ലോകത്ത് ബഹുദൈവാരാധന. വദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാരാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയും നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനത ജീവിച്ചിരുന്ന ആ തലമുറയിലെ തൊട്ടു മുമ്പുണ്ടായിരുന്ന തലമുറയിൽ മഹാന്മാരിൽപ്പെട്ട ആൾ റജുലുൻ സാലിഹാണ്, ഒരു സാലിഹായ മനുഷ്യൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ദിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം മരണമടഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയും അദ്ദേഹത്തിന്റെ മര്യാദയെയും അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ പദവിയെയും എല്ലാം അങ്ങേയറ്റം അംഗീകരിച്ചു പോകുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ മരണം ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിലെ ദുർബല മനസ്കരായ ആളുകളെ ഇബ്ലീസ് സ്വാധീനിച്ചു. അദ്ദേഹം മരിച്ചിട്ടില്ല എന്നവരെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ വദ് ഖബറിൽ മറമാടിയെങ്കിലും അദ്ദേഹം മരണപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തോട് അതിരുവിട്ട സ്നേഹം ഉണ്ടായിരുന്ന ചില ആളുകളിൽ ഇബ്ലീസിന് കുത്തിവെക്കാൻ കഴിയും. ആ ആദരവ് അതിര് കവിഞ്ഞ് അവസാനം അള്ളാഹുവിലേക്ക് അടുപ്പിക്കണമെങ്കിൽ വദ് വേണമെന്നാണ്. വദ്ദിനവർ വിളിച്ചു കാണിച്ചു. ഖബറിങ്കൽ വന്നിട്ട് ഖബറിലാണ് ആദ്യം ശിർക്ക് നടക്കുന്നത്, പിന്നെയാണ് വിഗ്രഹം ഉണ്ടാക്കുന്നത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് ന്യായം പറഞ്ഞു. അല്ലെങ്കിൽ ഇവർ അള്ളാഹുവിന്റെ ഞങ്ങളുടെ ശുപാർശകരാണ് എന്നുള്ള ന്യായം പറഞ്ഞു. ആദ്യത്തെ സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്. ഇപ്പൊ ഞാൻ ഓതിയത് സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളിൽ അവർ ഇങ്ങനെ ശുപാർശയുടെ ന്യായവും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ന്യായവുമെല്ലാം പറഞ്ഞ് മക്ബറകളിൽ മറമാടപ്പെട്ടവരെ വിളിച്ചു തരാൻ തുടങ്ങി. പിന്നെ അവരെ കുറച്ചുകൂടി ഒരു മൂർത്തമായ അവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടി അവരുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചു, ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചു. ലോകത്തെ ഏറ്റവും ആദ്യത്തെ ബഹുദൈവാരാധന അതാണ്. അത് ഖബറിലാണ് തുടങ്ങിയത്. പിന്നെ നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. വദ്ദിനെ ഒരു നാട്ടിൽ പിടിച്ചപ്പോൾ വേറെ നാട്ടിൽ സുവാറുണ്ട്, യഹൂസുണ്ട്, യഹൂക്ക് നസറുണ്ട്. പല നാട്ടിലും ഇങ്ങനെ പല മഹാന്മാരും ഇതേ രീതിയിൽ തന്നെ പൂജിക്കപ്പെട്ടു. അവരെ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ നൂഹ് അലൈഹിസ്സലാം നിയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ തൗഹീദ് സ്വീകരിച്ച ആളുകൾ മാത്രമാണ് പ്രളയത്തിന് ശേഷം ബാക്കിയുണ്ടായത്. കപ്പലിൽ വന്നിരുന്നത് മുഴുവൻ മുവഹിദുകളാണ്. ചരിത്രം ആവർത്തിച്ചു.
എങ്ങനെ കുറെ കാലം കഴിഞ്ഞ് വീണ്ടും വദ്ദിനെ കുറിച്ച് കേട്ടറിഞ്ഞവർ വദ്ദിനെ ആരാധിക്കാൻ പറഞ്ഞു. വദ്ദിനെപ്പോലെ മഹത്വമുള്ള മറ്റു പലരും ഉണ്ടായി. ഓരോ നാട്ടിൽ ഓരോരോ. അപ്പൊ ഏത് വിഗ്രഹവും മക്ബറകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മിക്കവാറും. എന്താണ് സമൂഹത്തിൽ പിൽക്കാലത്താണ് ഒരു കഥാപാത്രങ്ങൾ പോലും മഹത്വമുള്ള കഥാപാത്രങ്ങൾ പോലും പൂജിക്കപ്പെട്ട സാഹചര്യം പിൽക്കാലത്തുണ്ടായത്. ആദ്യം കേവലം കഥാപാത്രങ്ങളെ ചരിത്രപുരുഷന്മാരാണ് എന്ത് ചെയ്തത് പൂജിക്കപ്പെട്ടത്. അറേബ്യയുടെ ചരിത്രവും വ്യത്യസ്തമില്ല. അറേബ്യയിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുടുംബം ആരുടേതാണ്? ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ കുടുംബമാണ്. അദ്ദേഹം എങ്ങനെ ബഹുദൈവാരാധന നടത്തും? ഒരിക്കലുമില്ല. വിഗ്രഹബന്ധനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മകനാണ് ആര്? ഇസ്മായിൽ അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിന് എല്ലാ നിലക്കും കൂടെ നിന്ന് താങ്ങ് നൽകുന്ന ആരാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയ പത്നി ഹാജറ ബീവി. ഒരിക്കലും ശിർക്കുണ്ടാവില്ല. അത്രമാത്രം ഹനീഫൻ മുസ്ലിമൻ വമാക്കാനവരിൽ മുശ്രിക്കീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പിതാവിന്റെ ഭാര്യയും മകനുമാണ്. തൗഹീദിനു വേണ്ടി പോരാടി തൗഹീദിന്റെ കേന്ദ്രമാണ് മക്ക. അവിടെയാണ് അറബികൾ വളർന്നത്. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലാണ് അറബികൾ ഉണ്ടാവുന്നത്. ആ അറബികൾ ഒരിക്കലും വിഗ്രഹാരാധന സാധ്യതയല്ല. അവിടെ എന്നാണ് ആദ്യമായിട്ട് വിഗ്രഹാരാധന ഉണ്ടായത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലാത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസുകൾ അതിന്റെ സരഹുകൾ നോക്കിയാൽ കാണാം എങ്ങനെയാണ് അറേബ്യയിൽ ബഹുദൈവാരാധന ഉണ്ടായത്. അംർ ഇബ്നു ലുഹൈ എന്ന ഒരു പരദേശി ഖുസാ ഗോത്രക്കാരനായ ഒരു വ്യക്തി മക്ക രാജ്യത്തേക്ക് വരികയാണ് പുറത്തുനിന്ന്. അയാൾ അവിടെ വന്ന കാലത്താണ് ലാത്ത് മരിക്കുന്നത്. ലാത്തിന്റെ യഥാർത്ഥ പേരെന്തോ ആകട്ടെ, അദ്ദേഹം ലാത്ത് എന്നാണ് വ്യാപകമായി അറിയപ്പെട്ടത്. പായസം വീഴ്ത്തി കൊടുക്കുന്നവനെന്നതിന്റെ അർത്ഥം. ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾക്ക് ഒരു സവിശേഷമായ ഒരു പായസം ഉണ്ടാക്കി. അദ്ദേഹത്തിന് വിലായത്തുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ പായസം കുടിച്ചാൽ സാധാരണ ആളുകളുടെ പായസം കുടിക്കാത്തൊരു പോഷണം അള്ളാഹു നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഹജ്ജിന് വരുന്നവർക്ക് സൗജന്യമായി സവിശേഷമായ ഒരു പാനീയം ഉണ്ടാക്കി കൊടുത്തിരുന്ന അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പൂജാരി, അന്യനാട്ടിൽ നിന്ന് അങ്ങോട്ട് കടന്നു വന്ന പരദേശിയായ അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ഖുസാ ഗോത്രക്കാരനായ പൂജാരി, അയാൾ നേരത്തെ ബഹുദൈവാരാധന നാട്ടിൽ നിന്ന് വരുന്ന ആളാണ്. അയാൾ അവിടെ വന്ന് അമ്രനെ മറമാടിയ ഖബറിന്റെ അരികിൽ ചെന്ന് ഭജനം വരുന്നു. അയാളെന്നാണ് അക്കഫ ഇന്ന ഖബരിഹിന്ന. അമ്ര ചെന്നിട്ട് ഈ അയാളുടെ ഖബറിൽ ഭജനം വരുന്നു. ഭജനം വരുന്നിട്ട് അടുത്തുകൂടിയ ആളുകൾ പറഞ്ഞു ഇന്നഹൂലം യമുത്ത്, മരിച്ചിട്ടില്ല. പണ്ട് വദ്ദിനെ പറ്റി പറഞ്ഞ അതേ കാര്യം ലാത്തിനെ പറ്റി ആര് പറഞ്ഞു? അമ്ര എന്ന് പറയുന്ന ഖുസാ ഗോത്രക്കാരൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജ് രാവിലെ നരകം കണ്ടപ്പോൾ നരകത്തിൽ ഏറ്റവും നികൃഷ്ടമായ ശിക്ഷകൾക്ക് വിധേയനാകുന്നതായി ഈ അമ്രനെ കണ്ടിട്ടുണ്ട്. കാരണം എന്താ? പൂവല്ലവി അവലുമൻ സയ്യബസ്തവായി, മറമാറപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒട്ടകത്തെ നേർച്ചയാക്കുന്ന സമ്പ്രദായം ആദ്യമായി തുടങ്ങിയത്, സായിബത്തിനെ ഒഴിഞ്ഞൊരു സമ്പ്രദായം ആദ്യമായി തുടങ്ങിയത് ഈ അമ്ര. അയാള് ലാത്തിന് വേണ്ടിയിട്ട് ഒട്ടകത്തെ ബലിയിറക്കാനും നേർച്ചയാക്കാനും പറഞ്ഞു. അതാണ് സായിബത്തിന് കൂടാൻ പറഞ്ഞിട്ടുള്ളത്. ആ സായിബത്തിനെ അറബ് നാട്ടിൽ ആദ്യമായി കൊണ്ടുവന്ന ആളാരാണ്? ഈ അമ്രാൻ. അങ്ങനെയാണ് അറേബ്യയിൽ ബഹുദൈവാരാധന ഉണ്ടായത്. അവിടെയും ബഹുദൈവാരാധന തുടങ്ങിയത് എവിടെയാണ്? ഖബറിലാണ്. ഖബറിൽ ഈ ബഹുദൈവാരാധന ചിന്താഗതിയിലേക്ക് ഏറ്റവും ആദ്യം പഠിക്കുകയാരാണ്? പൊതുവെ ശബല മനസ്കരായ സ്ത്രീജനങ്ങളാണ്. അതുകൊണ്ടാണ് സ്ത്രീകളോട് നിങ്ങൾ ഖബർ ചെയ്യുക, പുരുഷന്മാർക്കേതാണ് അനുവദിച്ചിട്ടുള്ളത്. അത് തന്നെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും മറ്റും വേണ്ടിയിട്ടാണ്. സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ പുറത്തുനിന്ന് സലാം പറയാമെന്നല്ലാതെ ഒരു പ്രത്യേക ഖബറിനെ ലാക്കാക്കി ഖബർസ്ഥാനിലേക്ക് പ്രവേശിച്ച് കയറാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. അതുകൊണ്ട് സ്ത്രീകൾ ഖബർ സിയാറത്തിനെ സൂക്ഷിക്കണം. ഇന്നോ സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ ഭീമാപ്പള്ളി വരെയുള്ള ഒരുപാട് ഖബറുകൾ കേന്ദ്രീകരിച്ചുള്ള സിയാറത്തുകൾ, അതിൽ 80% 85% സ്ത്രീകളായി. അവർക്ക് ഒരുപാട് കാര്യം ഉണ്ടാവും. മനസ്സിലായില്ലേ? വീട്ടിലുള്ള അസുഖം, അതേപോലെ തന്നെ കുട്ടികളുടെ കല്യാണ പ്രശ്നം, വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം, ജോലിന്റെ പ്രശ്നം, ഭർത്താവിന്റെ സമയം കുറഞ്ഞുപോയ പ്രശ്നം, അങ്ങനെ അങ്ങോട്ട് കൊടുത്തൊക്കെ കൂടി തീർക്കാൻ എന്ത് ചെയ്യണം? കണ്ട മക്കബറുകളിൽ മുഴുവൻ പോകണം. അതുകൊണ്ട് ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് ഹറാമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് ശേഖ് രണ്ടാമതായി ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു അൽ ജഹ്ലു ബി ഉമൂരി ദീൻ ഇബ്തിദാ ഉൽ കാഫിറാത്തി ബിസ്സലാം. കാഫിറുകളോട് സലാം കൊണ്ട് തുറന്നരുത്. സത്യനിഷേധികളോട് അങ്ങോട്ട് സലാം പറയും. ചില ആൾക്കാർക്ക് ബഹുദൈവാരാധകരുമായുള്ള ബന്ധം, ഹൃദയബന്ധം, സൗഹൃദമൊക്കെ കൂടി അയൽവക്കത്തുള്ള കാഫിറുകളെ കാണുമ്പോൾ അങ്ങോട്ട് അസ്സലാമു അലൈക്കും,
അത് ഞങ്ങൾ അങ്ങോട്ട് സലാം പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്, സലാം പറഞ്ഞാൽ നടക്കാൻ അറിയാമെന്നൊക്കെ പറയും. ഒരിക്കലും അവിശ്വാസിയോട് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സലാം പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബ്ദഉൽ യഹൂദ വല നസാറ ബിസ്സലാം, ജൂതന്മാരോടോ ക്രൈസ്തവരോടോ നിങ്ങൾ അങ്ങോട്ട് സലാം പറഞ്ഞു തുടങ്ങരുത്. ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ നോക്കാം, അങ്ങോട്ട് എന്ത് ചെയ്യരുത്, സലാം പറയരുത്. കുതന്ത്രമുള്ള ശത്രുക്കളാണ് സലാം പറയുന്നതെങ്കിൽ വാലേക്കും മാത്രമേ മറക്കാവൂ. മനസ്സിലായില്ലേ? അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ, ഹിദായത്ത് സ്വീകരിച്ചവർക്ക് സലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നല്ലാതെ ഇസ്ലാമിന്റെ അഭിവാദ്യമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുള്ളത് അവിശ്വാസികളോട് ജൂത ക്രൈസ്തവരോട് പറയാൻ പാടില്ല എന്ന സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. സംഗതി സ്വഹീഹ് മുസ്ലിമിനാണെങ്കിലും കേരളത്തിലത് വായിക്കണമെന്ന് ചോദിക്കും ചില ആൾക്കാർ. കേരളത്തിലേക്കും കൂടി ഉള്ളതാണ് ഇസ്ലാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് വായിക്കുകയും പഠിക്കുകയും പാലിക്കുകയും വേണം. അതുകൊണ്ട് സ്ത്രീകളോടും പ്രത്യേകം നൽകുന്ന ഉപദേശങ്ങളിൽ മൂന്നാമതായി പറഞ്ഞത് അഹ്ലി കിതാബിനോട് ആത്മബന്ധം പുലർത്താൻ പാടില്ല എന്നാണ്. നാലാമത്തെ കാര്യം അൽ ജഹ്ലു ബി ഉമൂരി ദീൻ, ദീൻ അറിയാതിരിക്കുന്ന അവസ്ഥ സൂക്ഷിക്കണം. അത് നേരത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ വരുന്ന സമയത്ത് കേട്ടതാണ്. ഇസ്ലാമിന്റെ വിഷയം അത് പഠിക്കൽ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും ഇൽമ അന്വേഷിക്കൽ ഫർളാണ്. ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരൊക്കെ പെടും. ഇബ്നു മാജഹ് സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസാണ്. ഓരോ ആണും പെണ്ണും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിക്കണം. മുസ്ലിമായി ജീവിക്കാൻ പഠിക്കണം. ആ പഠിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത്. മനസ്സിലായില്ലേ? പഠനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഈ നാട്ടിലുള്ളവർക്ക് മുസ്ലിം ആക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് കാത്തിക്കലല്ല. ആദ്യത്തെ ആവശ്യം എന്താണ്? പഠനമാണ്. നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എങ്ങനെ കാമുകമായിട്ട് ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് അത് ആണുങ്ങൾ പഠിക്കട്ടെ, ഞങ്ങൾ ആൺകുട്ടികൾ പഠിക്കട്ടെ, പെണ്ണുങ്ങൾ അടുക്കളയിൽ തന്നെ ഇരിക്കട്ടെ എന്നല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നിട്ടും പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി പഠിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകാൻ പറ്റും. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തൽ എങ്ങനെയെന്ന് സ്ത്രീകൾ പഠിക്കണം. സ്ത്രീകൾ പഠിച്ചാലേ കുട്ടികൾക്ക് ആ തർബിയത്ത് കൊടുത്ത് വളരാൻ പറ്റുള്ളൂ. അതിനേക്കാൾ പ്രധാനമായി അവർക്ക് ശരിയായ വഴിയോടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ആയത്തുകളും ഹദീസുകളൊക്കെ മനസ്സിലുണ്ടെങ്കിലല്ലേ നമുക്കിത് പാലിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പഠനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലത് കല്യാണം കഴിയുന്നവരൊക്കെ ക്ലാസ്സിനൊക്കെ പോയിട്ടൊക്കെ പഠിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുടുംബം നോക്കൽ മാത്രം, പിന്നെ പഠനം. മനസ്സിലായില്ലേ? പിന്നെ സീരിയൽ കാണൽ തുടങ്ങിയാലും നോവല് വായിച്ചു തുടങ്ങിയാലും ദീന് പഠിക്കൽ തുടങ്ങൂല. നേരം പോക്കിന് വേണ്ടി അതാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ അനാവശ്യമായി സമയം ചെലവഴിക്കുന്നതിന് പകരം ഉപകാരമില്ലാത്ത പ്രസിദ്ധീകരണങ്ങൾ വായിച്ചിട്ട് സിനിമാ നടിമാരുടെ കമ്മൽ എങ്ങനെയാണ്, അതേപോലെ അറിയപ്പെടുന്ന ആൾക്കാരുടെ ഉപ്പായ എങ്ങനെയാണ്, അതുപോലെ വിവിധ രാജ്യങ്ങളിൽ പാചകം ഉണ്ടാക്കൽ എങ്ങനെയാണ്, ഇത് മാത്രം പഠിപ്പിക്കുന്ന, എന്നിട്ട് ഈ വൃത്തികെട്ട ഈ ആഭരണങ്ങളുടെയും സ്ത്രീകളെ വശീകരിക്കുന്ന വസ്തുക്കളുടെയും സൗന്ദര്യ സമ്പന്ന വസ്തുക്കളുടെയൊക്കെ പരസ്യം കുത്തി നടത്തിയിട്ടുള്ള അശ്ലീല ചിത്രങ്ങൾ നടത്തിയിട്ടുള്ള മാഗസിനൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹറാമ് കാണണം, ഹറാമ് കേൾക്കണം, ഹറാമ് വായിക്കണം, ഒരു ഉപകാരവും ഇല്ലാത്ത ഇടയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫായിദ ഒരു കോണിൽ എവിടെയും കൊടുക്കും. അത് പേര് നല്ലതുണ്ടെന്ന് പറയണമല്ലോ. എവിടെങ്കിലും ഒരു ഡോക്ടറോട് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്സ് 1-2 പേജ് ബാക്കിയൊക്കെ കൊടുത്തു വെച്ചിട്ട് പെണ്ണുങ്ങളും അതേപോലെ തന്നെ പൊന്നും വസ്ത്രവും ചുരിദാറും അതേപോലെ തന്നെ മറ്റെല്ലാ വിന്യാസങ്ങളും, പിന്നെ കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്ന ആളുകളുടെ ജീവിത ചരിത്രം ഇതാണെന്ന് പെണ്ണുങ്ങൾക്ക് വായിക്കാനായി. അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുടെ സ്നേഹം കുറയും. മനസ്സിലായില്ലേ? ഈ കണ്ട സിനിമാ നടന്മാരെയും നടിമാരെയും ചരിത്രം, എന്ത് ചരിത്രം, വൃത്തിയുടെ ചരിത്രം, കണ്ടവന്മാരെ കൂടെ തോന്നിയ പോലെ ജീവിക്കുന്ന ചരിത്രം, കൊടുത്തു കഴിച്ചിട്ട് ഡാൻസ് കളിക്കുന്ന ചിത്രം, എന്നിട്ട് ആ പുസ്തകങ്ങൾ വായിക്കാനും പഠിക്കാനും അതിനൊക്കെ എല്ലാവർക്കും വേണ്ടത്ര സമയമുണ്ട്. അത് എത്രാം തീയതി ഇറങ്ങാച്ച ആ തീയതി തന്നെ എന്ത് ചെയ്യും, പൈസ കൊടുത്ത് വാങ്ങും. അതിന് പിന്നെ 25 റുപ്യാലും 50 റുപ്യാലും 30 റുപ്യാലും ഒന്നും പ്രശ്നമല്ല. നേരെ മറിച്ച് ഒരു 10 റുപ്യുള്ള ഒരു ഇസ്ലാമിന്റെ ഒരു വിഷയം കൈവശപ്പെടുത്തി അത് വാങ്ങിയാൽ തന്നെ വായിക്കാൻ ചെയ്യിക്കാൻ സമ്മതിക്കൂല. വായിക്കണം, പഠിക്കണം, പണ്ഡിതന്മാരുടെ അരികിൽ നിന്ന് അവരെ ശ്രവിക്കണം, അങ്ങനെ നന്നായി ദീന് മനസ്സിലാക്കണം. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും ഇൽമ നേടൽ ഫർളാണ് എന്നാണ് സൂചിപ്പിച്ചത്. അത് ഞാൻ വീണ്ടും പറയുന്നു, ആവർത്തിക്കുന്നു. നമ്മളിപ്പോ ഇന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നാൽ തീർച്ചയായിട്ടും ഇത്തരം സദസ്സൻ അള്ളാഹു അങ്ങേയറ്റത്തെ മഹത്വം വെച്ചെന്തിനാ? ഒന്നാമതായി ഒരാള് ഇൽമിന്റെ ഒരു മേഖലയിലേക്ക്, ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. നമ്മളിവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രതീക്ഷ എന്താ? മറ്റെല്ലാ കാര്യങ്ങളും നിർത്തി മാറ്റിവെച്ച് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എന്താ? സ്വർഗത്തിലേക്ക് അവരൊരു വഴി എളുപ്പാക്കി തരും. ഓരോ വിഷയം പഠിക്കണം, പാലിക്കണം. വേറെ പഠിക്കാൻ ഇരുന്നാത്തിനല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി തരും.
അതിനു പുറമെ മലക്കുകൾ അവരെ ആവരണം, നമ്മുടെ ചുറ്റുപാട് മലക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സവിശേഷമായ കാരുണ്യം വന്ന് പൊതിഞ്ഞിട്ടുണ്ട്. അവന്റെ അറിവിൽ നിന്ന് ഒരു മനഃശാന്തി വന്നിറങ്ങുന്നുണ്ട്. ഇതിന് പുറത്തുള്ളപ്പോൾ മനസ്സല്ല ഇപ്പം. ഇത് പലതരം പ്രശ്നങ്ങൾക്കിടയിൽ നിന്നാണ് ക്ലാസ് റൂമിലേക്ക് വന്നിരുന്നത്. ഇവിടെ വന്നിരുന്നതോടുകൂടി എന്തായി, നമ്മുടെ മനസ്സിന് നമ്മൾ ആത്മാർത്ഥമായി ഖുർആനും സുന്നത്തും പരലോക വിജയം ലക്ഷ്യം വെച്ചുള്ള യഥാർത്ഥ വിജ്ഞാനം അത് മനസ്സിലാക്കണം എന്ന നിലയിൽ വന്നിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ മനസ്സിന് അള്ളാഹു എന്തിനാണ് ശാന്തി. ഇത് അള്ളാന്റെ വാക്കാണ്, നമ്മുടെ വാക്കുകൾ അള്ളാന്റെ വാക്ക്. അള്ളൊരിക്കലും വാക്കെന്തിയില്ല, ലംഘിക്കില്ല. അതൊക്കെ നമുക്ക് വാഗ്ദാനം ചെയ്യാം. ഇതിനു പുറമെ മലക്കുകൾ അവരുടെ ചിറകുകൾ, മലക്കുകൾക്ക് 2 ചിറകുള്ള മലക്കുകൾ, 3 ചിറകുള്ള മലക്കുകൾ, 4 ചിറകുള്ള മലക്കുകൾ, ദശക്കണക്കിന് ചിറകുള്ള മലക്കുകൾ നമ്മുടെ ചുറ്റുപാട് മുമ്പ് വെക്കുന്നത്. അവരാ ചിറകുകൾ താഴ്ത്തി വെക്കും നമ്മൾ പഠിക്കുന്ന വിഷയത്തോടുള്ള ഇഷ്ടം കൊണ്ട്. ഇന്നൽ മലായിക്കത്തല തളവു അജ്നിഹതഹ റിളം ബിമാഫല. നമ്മൾ പഠിക്കുന്ന വിഷയത്തോടുള്ള ഇഷ്ടം കൊണ്ട് അവർ ചിറകുകൾ താഴ്ത്തി. മാത്രമല്ല, നമ്മൾ ഈ സദസ്സിൽ നിന്ന് പിരിയുന്നത് വരെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അള്ളാഹു ഇവർക്ക് മാപ്പ് കൊടുക്കണം, ഇവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കണം. കാരണം അവർക്ക് തെറ്റ് തിരുത്തേണ്ട വിഷയങ്ങൾ പഠിക്കാനും അത് പാലിക്കാനും വേണ്ടി നല്ല മനസ്സോടുകൂടി വന്നിരിക്കുന്ന ആളുകളല്ലേ, അവർക്ക് മാപ്പ് കൊടുക്കണം ചെയ്യും ഈ മലക്കുകൾ പ്രാർത്ഥിക്കണം. മലക്കുകൾ മാത്രമല്ല, നേരെ മറിച്ച് ഈ മാളങ്ങളിലുള്ള ഉറുമ്പുകളും സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും വരെ അവരുടെ പരിസരത്ത് ദീന് പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവോട് മാപ്പ് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏത് പറഞ്ഞാണ്? അതുകൊണ്ടാണ് നിങ്ങൾ MBBS പഠിക്കുന്ന IAS പഠിക്കുന്ന ഊഹിച്ച കാര്യമില്ല. ഇത് ദീന് പഠിക്കുന്നവർക്ക് മാത്രമല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇൽമ നേടുന്നവർക്കാണ് ഈ യോഗ്യതകളൊക്കെ പറഞ്ഞത്. ഇസ്ലാം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ്ട് ആർട്ടോളജും ദുനിയാവും ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച വിദ്യാഭ്യാസത്തിന്റെ കൂലി അതുകൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കും. അതൊരു അനുവാദമുള്ള സംഗതി മാത്രമാണ്. അതിനതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ദീനിന്റെ അതിൽ വിടാതെ കൊണ്ടുപോവുകയാണെങ്കിലേ ഭൗതിക വിജ്ഞാനം അത് അനുവദിക്കാനുള്ളൂ. മനസ്സിലായില്ലേ? അതിനെപ്പോഴും 2 സ്ഥാനം കിട്ടും. അത് മുതിർന്നവർക്കാണെങ്കിലും ശരി, കുട്ടികൾക്കാണെങ്കിലും ശരി. കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് അവർക്കും 1ാം സ്ഥാനം കൊടുക്കാൻ പാടില്ല, ദുനിയാ വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. അതാണ് 2ാമതായി, 3ാമതായി, 4ാമത്തെ വിഷയമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇൽമിന്റെ കാര്യത്തിൽ നമ്മുടെ സ്ത്രീ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ പെണ്ണുങ്ങളായവർ അത്തരമൊന്നും പഠിക്കണമെന്നില്ല എന്നൊരു നിലപാട് പൊതുവെ സ്ത്രീകൾക്കുണ്ട്. അത് നിങ്ങൾ വിട്ടുപോകുന്ന ഒരു അപകട മേഖലയാണ് എന്നാണ് ശേഖ് സൂചിപ്പിക്കുന്നത്. 5ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, അന്യാഹത്വാലൽ അംബാത്തി വളർബിൽ വുജൂഹി വശഖിൽ ജുയൂബി. മരിച്ചവരുടെ പേരിൽ വിലപിക്കുക, മുഖത്തടിക്കുക, നെഞ്ചത്തടിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലതമൽ ഹുദൂദ വശഖൽ ജുയൂബ വദഅ ബിദഅവൽ ജാഹിലിയ്യ. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖ് അലൈഹി ഹദീസാണ്. കവിളത്തടിക്കുന്നവരും നെഞ്ചത്തടിച്ച് വിളിപ്പിക്കുന്നവരും ജാഹിലിയ അലമുറകളിടുന്നവരും നമ്മിൽ പെട്ടതല്ല. ഒരാൾ മരിച്ചാലെന്ത് കരച്ചിൽ 2 തരത്തിലുണ്ട്. ഒന്ന് സങ്കടം വന്നിട്ട് തന്നെ അതിനെ നിയന്ത്രിക്കാതെ പച്ചക്കരയ. 2 സങ്കടം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് തിരിച്ച് സങ്കടപ്പെടേണ്ട സാഹചര്യം അറിയാൻ വേണ്ടി കരയാനായിട്ട് ആളെ കൊണ്ടുവരാം. അതൊക്കെ ജാഹിലിയായിട്ടുള്ള സമ്പ്രദായം ഇന്നും ഉണ്ട്. മിക്കവാറും ആരെങ്കിലൊക്കെ നെയ്യത്ത് കാണാൻ വരുമ്പോഴേ കപ്പക്കരയും, അതാണ് പോയാൽ പിന്നെ നിൽക്കും. അതൊരു ചടങ്ങായിട്ട്, കരച്ചിൽ ചടങ്ങ്. അതിനായിട്ട് പായും തലയണൊക്കെ ആയിട്ട് വരുന്നവർ പല സമുദായങ്ങളിലുണ്ട്. അത് പല പ്രദേശങ്ങളിലും മുസ്ലിം സമുദായത്തിലുണ്ട്. എന്ത് മരിച്ചു കിടക്കുന്നവർ തൊട്ടപ്പുറത്ത് കുറച്ച് പെണ്ണുങ്ങൾ ഇരുന്ന് കരയാൻ. അങ്ങനെ കരഞ്ഞാൽ കൂലി കിട്ടുന്ന വിചാരം. കരച്ചിലില്ലെങ്കിലും അവരുണ്ട് അവിടെ നിന്ന് കാര്യം, ചിലപ്പോൾ ഉണ്ടായിട്ടും കാര്യം. അങ്ങനെ മയ്യത്തിലരികിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കാന്നുള്ള സമ്പ്രദായം ഇന്നും പല സമുദായത്തിലും. മയ്യത്തിനടുത്ത് ഇങ്ങനെ വിലപിച്ച് കഴിയാൻ കുറച്ച് പെണ്ണുങ്ങളെ നിർത്താറുണ്ട്. അവർക്ക് പോകുമ്പോൾ കൂലിയൊക്കെ കൊടുക്കും. ഇത്തരം തന്നെ കരഞ്ഞു അങ്ങനെയുള്ള സമ്പ്രദായം. അതല്ലാതെ കരഞ്ഞാൽ പോലും ചെയ്യാൻ പാടില്ല. ജാഫർ ബിൻ അബീ ത്വാലിബ് മരണപ്പെട്ടപ്പോ ഉറക്കെ കരഞ്ഞ അദ്ദേഹത്തിന്റെ പത്നിയും വീട്ടുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വാരിടാൻ. നമ്മളെന്താ പറയാ, മരിച്ച വീട്ടിൽക്കൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയാം. അല്ല, അലമുറയിട്ട് കരയുന്ന ഭാര്യമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മമാരുണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ, സാധാരണ സ്ത്രീകളാണ് എന്ത് ചെയ്യാം, അലമുറയിട്ട് കരയുക. അവരെ വായിൽ മണ്ണ് വാരിടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി നിയന്ത്രിക്കണം. അങ്ങനെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടി മരിച്ചപ്പോ കണ്ണിൽ വെള്ളം വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അദ്ദേഹത്തിന്റെ മകൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ, കൊച്ചുമകൻ, ചെറിയ മോൻ മരണപ്പെട്ട സമയത്ത് റസൂലുള്ളാഹിന്റെ കണ്ണിൽ കണ്ണീര് വന്നു. നിങ്ങളല്ലേ കരയുന്നു പറഞ്ഞാൽ അങ്ങനെ കരയുന്നത്? ആ കരച്ചിൽ വേറെ, ഈ കരച്ചിൽ വേറെ. ഇത് അള്ളാന്റെ റഹ്മത്താണ്. അത് സത്യവിശ്വാസി ഹൃദയത്തിൽ കൊടുക്കുന്ന റഹ്മത്തിന്റെ ഭാഗമായിട്ട് കണ്ണീര് വരും, സങ്കടം വരും. അതല്ല എന്ത് നെഞ്ചത്തടിച്ച് മുഖത്തടിച്ച് മുടി വിച്ച് ജീവി കരയുന്നവരല്ലോ ഭയങ്കര കരയുന്ന ആ തോന്നിയായിട്ട് നിർത്തണം. അത് ജാഹിലിയത്താണ്. അത് ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്ക് കുറച്ചധികം സങ്കടം ഉണ്ടാവും. പക്ഷേ അത് സലഫുകൾക്ക് പറ്റില്ല, സത്യവിശ്വാസികൾക്ക് അത് പാടില്ല. അവർ മുഖത്തടിച്ച് കരയാനും നെഞ്ചു വളർത്താനും അതേപോലെ തന്നെ അലമുറയിടാനും പാടില്ല. ജാഹിലിയ അലമുറ എന്നാണ്, ദഅവൽ ജാഹിലിയ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ആറാമത്തെ കാര്യം അസ്സഫറു ഇലാ ബിലാദിൽ കുഫാർ, കുഫാറിന്റെ രാജ്യങ്ങളിലേക്ക് യാത്ര പോവാം. അതെന്തിനു വേണ്ടിയാണെങ്കിലും ശരി, ഇസ്ലാമിന്റെ അടയാളങ്ങൾ വരാൻ സാധ്യതയില്ലാത്ത, ഇസ്ലാമിന്റെ ചുറ്റുവട്ടത്തിൽ വളരാൻ കഴിയാത്ത ചുറ്റുപാടിൽ കുട്ടികളെ പഠിക്കാനൊക്കെ പറഞ്ഞേക്കാം. പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് പഠിക്കാൻ വേണ്ടി മദ്രാസിലേക്ക് ബാംഗ്ലൂരിലേക്കൊക്കെ പറഞ്ഞേക്കാം. എന്റെ മോള് എന്ന് പറഞ്ഞാൽ ആരാം, പിന്നെ 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+ കിട്ടിയാളാണ്, നല്ല മാർക്കാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ അവളെ അവിടെ കൊണ്ടുവച്ചു. എന്റെ ക്രെഡിറ്റായിട്ട് പറയും. പിന്നെ ഏതൊക്കെ നസ്രാനിന്റെ കൂടെ പോയി അല്ലെങ്കിൽ അപ്പുറത്ത് എങ്ങനെ ചെന്ന് ഇവിടെ എങ്ങനെ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് ദൂരൊരു നാട്ടിൽ പോയിരുന്ന് പഠിക്കുന്ന സാഹചര്യം ഒരിക്കലുണ്ട്. ആൺകുട്ടികളാണ് തന്നെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് കുഫർ വിളഞ്ഞു നിൽക്കുന്ന നാട്ടിലേക്ക് ഒരിക്കലും യാത്ര പോകരുത്. അത് വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞാണെങ്കിലും പോകരുത്. കുറച്ചും കൂടി കടന്ന ആൾക്കാർ ബ്രിട്ടനിലും അതേപോലെ തന്നെ അമേരിക്കയിലും മറ്റു പല യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്ത് ചെയ്യും, പെൺകുട്ടികളെ പോലും ഇപ്പൊ കൂട്ടുകാരികളിലെന്നായിരിക്കും പറയാം, പരിചയക്കാരില്ലെന്നാ പറയാം, അങ്ങനെ മഹറമായ ആളുകളൊന്നും ഇല്ലാതെ വളരെ ദീർഘമായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പഠിക്കാൻ വേണ്ടി പോലും അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു. എന്ത്, നിങ്ങൾ ഈ പേരും പറഞ്ഞു, മഹറമുണ്ടെങ്കിൽ പോലും കുഫറിന്റെ രാജ്യത്തേക്ക് പറഞ്ഞയച്ചിരുന്നതാണ് ഷെയ്ഖ് പറയുന്നത്. മഹറമുണ്ടെങ്കിൽ തന്നെ കുഫറിന്റെ രാജ്യത്തേക്ക് സ്ത്രീകളെ പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞയക്കരുത്, മനസ്സിലായില്ലേ? അത് വളരെ സൂക്ഷിച്ചു. കാരണം അവിടെ ഇസ്ലാമിന്റെ അടയാളങ്ങളൊന്നും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഏഴാമത്തെ കാര്യം ഇജ്ബാറുൽ സൗജി അല ഇസ്തിഖ്ദാമി ഖാദിമത്തിൻ ഔ മുറബ്ബിയത്തിൻ. വീട്ടിൽ ഒരു വൃത്തിയാണെങ്കിൽ ആയ വീട്ടിൽ ആയ വെക്കണം, അതിന് നിങ്ങൾ ആളെ നോക്കണം എന്ന് ഒരു പെണ്ണ് ഭർത്താവിനെ നിർബന്ധിക്കരുത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ, യുവതികളായ ആളുകളെ പ്രത്യേകിച്ച് അവരെന്ത് ചെയ്യരുത്, അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ, മറ്റൊരു നിവൃത്തിയുമില്ലാത്ത ഘട്ടത്തിലല്ലാതെ യുവതികളായ ആളുകളെ വീട്ടിൽ വേലക്ക് വെക്കണമെന്ന് പറഞ്ഞ ഭർത്താവിനെ നിർബന്ധിക്കരുത്. ഞാനത് വിശദീകരണം വരേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫസാദുകൾ അതിന്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. എട്ടാമത്തെ വിഷയം അൽ-ഇസ്തിഹ്സാഉ വസ്സുഖ്രിയത്തു ബിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഖുസൂസൻ അൽ മുതബയ്യിനാത്ത് മിൻഹും. കളിയാക്കി മുസ്ലിങ്ങളെയും മുസ്ലിമത്തുകളെയും നിങ്ങൾ ഒരിക്കലും പരിഹസിക്കുക. മുസ്ലിങ്ങളെയും മുസ്ലിമത്തുകളെയും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. കളിയാക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് നമുക്ക് പുച്ഛം തോന്നും. ഒരു ജനത മറ്റൊരു ജനതയെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരെയാണോ പുച്ഛിക്കുന്നത്, കളിയാക്കുന്നത്, അവർ ചിലപ്പം നമ്മളെക്കാൾ കൊള്ളാവുന്നവരായി. അത് സ്ത്രീകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ നിങ്ങൾ ഒരു കൂട്ടം സ്ത്രീകൾ മറ്റൊരു കൂട്ടം സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. കളിയാക്കപ്പെടുന്നവർ കളിയാക്കുന്നവരെക്കാൾ യോഗ്യതയുള്ളവരായിരിക്കുമെന്ന് സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കളിയാക്കുക എന്നുള്ള സമ്പ്രദായം ഏറ്റവും കൂടുതലുള്ള സ്ത്രീകൾക്കിടയിൽ അല്ല. നിങ്ങൾ പറയും മറ്റുള്ളവരെ, അതൊരു സംസാരിക്കുന്ന ഒരു കളിയാക്കുന്ന വിഷയമാണ്. അത് ആരെയും കിട്ടിയില്ലെങ്കിൽ സ്വന്തം മക്കളെ വരെ കളിയാക്കുന്നത്, ഉമ്മാരെ കളിയാക്കുന്നവരുണ്ട്. പിന്നെ ബാക്കിയുള്ളത് പറയുന്നത് അങ്ങനെ ആരാണോ സ്ഥലത്തില്ലാത്ത അയാളെ കളിയാക്കുക, അയാളെ കുട്ടിയെ അപ്പുറത്തണ്ട് വേണം അവരെ വർത്തമാനം, അവരുടെ സ്വഭാവം, അവളിപ്പോ ഒരു ഖുർആൻ ക്ലാസ്സിന് പോകുന്നോളൂ, അവളിപ്പോ ഒരു മുഖംമൂടി ഇരുന്നോളൂ, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദീന് പാലിക്കുന്നവരെ പോലും എന്ത് ചെയ്യാ, കളിയാക്കുക. ഈ പരിഹാസം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ദീനിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുപോകാൻ കാരണമാകുന്ന കാര്യമാണ്. കളിയാക്കി ദീനിനെ കളിയാക്കി, ദീനുള്ളവരെ കളിയാക്കി
അവസാനം അത് എവിടെ വരുത്തും? ഇസ്ലാം ദീനിൽ നിന്ന് വരെ നമ്മൾ പുറത്തു നിർത്തും. ഖുർആൻ സൂറത്ത് തൗബയിലെ 65-66 ആയത്തുകൾ പറയുന്നത്, 9ാമത്തെ സൂറത്ത് 65-66, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും കളിയാക്കുകയാണോ? എന്നിട്ട് ലാ തഅ്തദിറു, നിങ്ങൾ എതിരു പറയരുത്, കാരണം പറയരുത്. അത് കഫർത്തും ബഅദ ഈമാനിക്കും, ഈമാൻ നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കുഫർ പ്രവർത്തിച്ചു എന്നാണ് അവർ സൂചിപ്പിച്ചത്. മുജ്രിമുകൾ എന്നാണ് അവരെ പരിചയപ്പെടുത്തിയത്. കുറ്റവാളികളായ ആളുകൾ സത്യവിശ്വാസികളെ കാണുമ്പോൾ കളിയാക്കും. മാത്രമല്ല, അവർ ഇതാ മറുബിഹിനെ തകാമസു, അവരിലൂടെ നടന്നു പോകുമ്പോൾ അവർ ഇടംകണ്ണിട്ട് കാണിക്കും. കളിയാക്കുന്ന അടയാളം കണ്ണുകൊണ്ട് ഇങ്ങനെ ചേഷ്ട കാണിക്കും. മനസ്സിലായില്ലേ? ഈ സ്വഭാവമുള്ള ആളുകൾക്ക് നേരെ കളിയാക്കുന്നവർ തിരിച്ചു കളിയാക്കുന്നവരുണ്ട്. അതും പറ്റില്ല. അത് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ കാണും. ഇങ്ങോട്ടൊന്നും കളിയാക്കുക, അതേ നമ്പർക്ക് തിരിച്ച് അങ്ങോട്ടും കളിയാക്കും. നമ്മൾ കളിയാക്കേണ്ട ഇവിടെ അല്ല, നമുക്ക് കളിയാക്കാൻ സ്ഥലം വേറുണ്ട്. അപ്പൊ യൗമല്ലദീന ആമനു മിനൽ കുഫാരി യൽഹഖൂൻ, അന്നേ ദിവസം സത്യവിശ്വാസികൾ കാഫിറുകളോട് ചിരിക്കും. നമുക്ക് ചിരിക്കാൻ ദിവസം വേറുണ്ട്. ഇങ്ങോട്ട് ഇന്ന് നമ്മളെ കണ്ട് ചിരിക്കാൻ പല ആൾക്കാരുണ്ടാവും. തിരിച്ച് അവരോട് അങ്ങോട്ടും കളിയാക്കി ചിരിക്കില്ല. കട്ടും അവരോട് കണ്ണ് ചെരിച്ചു നോക്കില്ല. എത്രാമതല്ലേ ഒരു കണ്ണുകൊണ്ട് ഒരു ചെരിഞ്ഞ നോട്ടം കളിയാക്കി നോക്കുക. എല്ലാവർക്കും ആ വിഷയം അറിയാം. അത് നമ്മൾ നന്നായി എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വരുന്നു പോകുന്നതിനെ സൂക്ഷിക്കണം. അതുപോലെ ദീനിനെ പരിരക്ഷിക്കുന്ന ശാസ്ത്രം ഇരിക്കരുത്. ദീനിന്റെ ചിഹ്നങ്ങളെ പരിരക്ഷിക്കുക, സലഫിയത്തിനെ പരിരക്ഷിക്കുക, സ്വഹാബികളെ പറ്റി പറയാം, ഹദീസുകളെ പുച്ഛിക്കുക, യഥാർത്ഥ വിഷയങ്ങളെ കുറിച്ച് മോശമായി സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വന്തം വീട്ടിലാണ് ഇറങ്ങിപ്പോണ അറിവ്. മനസ്സിലായല്ലോ? പല ദീനിനെ കളിയാക്കുക, ദീന് പാലിക്കുന്ന കളിയാക്കുക, ദീനിയായ വസ്ത്രധാരണം സ്വീകരിച്ചതിന് കളിയാക്കുക, പർദ്ദയെ കളിയാക്കുക. എന്നിട്ട് അതിൽ കുറച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ കൂടെ നിർത്തല്ലോ. ആ പറയുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. നമ്മുടെ തെളിവുകളിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന, കളിയായി അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ടാൽ തിരിഞ്ഞു പോകണം. മത്തായ ഹൂലി ഹദീസിനെ കഴിഞ്ഞു മറ്റൊരു വർത്തമാനത്തിലേക്ക് അവർ മടങ്ങി വരുന്നവരെ, അവർ മുഴുകുന്നത് വരെ. സൂറത്തുൽ അൻആം 68. അവർ കൂടെ ഇരിക്കാൻ പാടില്ല. സ്വന്തം വീട്ടിൽ ഒരു എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടാകും. വീട്ടിൽ ആളുകൾ വരില്ലേ, അടുത്ത വീട്ടിൽ നിന്നൊക്കെ വരും പല കോലത്തിൽ. അപ്പൊ ദീനിൽ നിൽക്കാത്ത വിഷയങ്ങൾ ചർച്ച വരും. ചിലപ്പോൾ സീരിയലിനെ പറ്റിയായിരിക്കും ചർച്ച ചെയ്യും, ചിലപ്പോൾ ഏറ്റവും പുതിയ റിയാലിറ്റി ഷോനെ പറ്റിയായിരിക്കും ചർച്ച ചെയ്യും. അങ്ങനെ ദീനവിരുദ്ധമായ ചർച്ചയാണ് ദീനിനെ കളിയാക്കലാണ്. അല്ലെങ്കിലോ ദീനിന്റെ വസ്ത്രധാരണത്തെയോ മറ്റെന്തെങ്കിലും നിയമങ്ങളെയോ പുച്ഛിക്കുന്ന ആളുകൾ, ആര് വസ്ത്രധാരണം, ആണുങ്ങളെ പരീക്ഷിക്കട്ടെ, പെണ്ണുങ്ങളെ പരീക്ഷിക്കട്ടെ, അങ്ങനെയൊക്കെ ദീനിന്റെ നിഷ്ഠ പാലിക്കുന്ന ആളുകൾ ഒരു സൗദി അറേബ്യയിലെ ജീവിക്കുന്ന വിചാരം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരാണെന്ന വിചാരം, ആ നിരക്കമുള്ള ജീവിതം എന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ടാവും. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കൂട്ടത്തിൽ അത് കേൾക്കാൻ ചെന്നിരിക്കരുത്. അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന വർത്തമാനം പറയരുത്. ഒന്നുകിൽ അതിനെ കൃത്യമായിട്ട് ഗണ്ണിക്കുക ഗൗരവത്തോടു കൂടി. അതിന് സാധിക്കുമെങ്കിൽ അവിടെ ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. കളിയാക്കുക, മുസ്ലിമിനെയും മുസ്ലിമത്തിനെയും ഒരിക്കലും പരിഹസിക്കരുത്. 9ാമത്തെ കാര്യം, ദുആഉ ബാഇ നിസാഇ അലാ അൻഫുസിഹിന്ന ബിൽ മൗത്ത് ലിളുരി നസല ബിഹിന്ന, തങ്ങളെ ബാധിച്ച ദുരിതത്തിന്റെ പേരിൽ മരണം ആഗ്രഹിക്കുക. ഇതും പുരുഷന്മാരെക്കാൾ കൂടുതൽ ആർക്കാണ്? സ്ത്രീകൾക്കാണ്. മരിക്കാൻ മതിയായിരുന്നു. മനസ്സിലായില്ലേ? അത്രയും ദുരിതങ്ങളാണ് വീട്ടിൽ, പ്രശ്നങ്ങളാണ്. ചില ഭർത്താവിന്റെ പെരുമാറ്റം, അല്ലെങ്കിൽ സാമ്പത്തികമായി സംഭവിച്ച തകർച്ച, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമൂഹത്തിൽ വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, അങ്ങനെ ഉള്ള പ്രശ്നങ്ങളെ ഒരു പരീക്ഷണമായി കണ്ട് ഇസ്ലാമികമായി അതിനെ തരണം ചെയ്യുന്നതിന് പകരം സഹിക്കാൻ കഴിയാതെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആത്മഹത്യാ പ്രവണത ഏറ്റവും കൂടുതലുള്ള സ്ത്രീകൾക്കാണ്. പാടില്ല, മരണചിന്ത ഒരിക്കലും പാടില്ല എന്നാണ് സ്ത്രീകളെ ഉപദേശിച്ചത്. സല്ലല്ലാഹു പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത ലിളുരി നസല ബിഹി, തങ്ങളെ ബാധിച്ച ഒരു ദുരിതം കാരണം, ഒരു മാറാ രോഗം, അല്ലെങ്കിൽ വലിയ കടബാധ്യത, മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം, തങ്ങളെ ബാധിച്ച ഒരു ദുരിതം കാരണം നിങ്ങൾ ഒരാൾ ഒരിക്കലും കൊതിച്ചു പോകരുത്, മരണം കൊതിച്ചു പോകരുത്.
മരണമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് പരിഹാരമായി കാണാനില്ലാത്ത പ്രശ്നമാണ്. അത് കൊതിക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്നൊരു ഘട്ടം വന്നാൽ പോലും മരിക്കണമെന്ന് പറയരുത്. ഫല്യഖുൽ പറയേണ്ടത് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ അഹീനി മാ കാനത്തുൽ ഹയാത്തു ഖൈറൻ ലീ, മരണമാണ് നല്ല, ജീവിതമാണ് നല്ലതെങ്കിൽ എനിക്ക് ജീവിതം തരണേ. വതവഫനി ഇദാ കാനത്തുൽ വഫാത്തു ഖൈറൻ ലീ, വഫാത്താണ് നല്ലതെങ്കിൽ എനിക്ക് വഫാത്ത് തരണേ എന്നേ പറയാൻ പാടുള്ളൂ. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം. അതുകൊണ്ട് മാറാ രോഗങ്ങൾ, ക്യാൻസർ, മറ്റെന്തെങ്കിലും പ്രശ്നം, വേദനിപ്പിക്കുന്ന വിഷമഘട്ടങ്ങൾ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും മരിച്ചാൽ മതിയായിരുന്നു ചിന്തിക്കുകയും അള്ളാഹുവോട് മരണത്തെ ചോദിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ മരിക്കാൻ പോവുക, ആത്മഹത്യാ ശ്രമം നടത്തുക, അതൊരിക്കലും പാടില്ല എന്ന് പ്രത്യേകമായി. ഇതാണ് അഖീദയിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ച പ്രധാനപ്പെട്ടതാണ്. അഖീദ വരെ ദുർബലമാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അടുത്തതായി ശേഷം പറയുന്ന സ്ത്രീകൾ നമസ്കാരത്തെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതാണ് അടുത്ത 10ാമത്തെ വിഷയം. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാൻ നീട്ടിക്കൊണ്ടുപോകാം. നമ്മുടെ നാട്ടിൽ നമസ്കാരം ഏറ്റവും കൂടുതൽ എത്തുന്ന ആരാ? പുരുഷന്മാരാണ്, സ്ത്രീകളാണ്? ഒരു സംശയ സ്ത്രീകളാണ്. അവർ ലോഹർ നിസ്കരിക്കുക, അത്ര കൊടുക്കാൻ നേരത്താണ്. കാരണം ഓരോ ഒന്നുകൂടി 2 നിസ്കരിക്കുക, ഒരു നിസ്കാരക്കുപ്പായത്തിൽ 2 നിസ്കരിക്കുക. ആ ജാതി മതിയൊന്നും പറ്റില്ല. നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കണം. നിങ്ങളെ വീട്ടിൽ എന്ത് ജോലി ഉണ്ടെങ്കിലും നിസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിക്കേണ്ടത്. ഞങ്ങളിങ്ങനെ ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ അലക്കി പിന്നെ അത് ജോലി കയറാനിട്ട് അതുപോലെ ഭക്ഷണം വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ 3 മണിയാവുന്നതാണ് പറയാം ലോഹർ നിസ്കരിക്കാൻ. ലോഹർ 12:30 നിസ്കരിക്കണം. കാരണം നിങ്ങൾ അവിടെ നിസ്കാരത്തിനനുസരിച്ചും ചെയ്യണം, മറ്റുള്ള ഏർപ്പാടുകൾ എത്തി നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി തുടങ്ങാം. മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് ചെയ്യണം? നമസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ വളരെ പിറകിലാണ്. അതാ പറഞ്ഞ പ്രത്യേകിച്ച് നിസ്കാരം കൊണ്ടുപോയിട്ട് വൈകിട്ട് രാത്രിയൊക്കെ ഉറക്കമൊക്കെ വൈകി അങ്ങേയറ്റം വൈകി പാതിരാ നേരത്തൊക്കെയാണ് നിസ്കരിക്കുക. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഉറങ്ങാൻ നേരത്തെ അങ്ങേയറ്റത്തെ ക്ഷേമത്തോടുകൂടി എന്ത് ചെയ്യാം? നിസ്കരിക്കണല്ലോ ഞാൻ നിസ്കരിക്കാം. ചില ആൾക്കാർ ഉറക്കം വന്നാലും ഉറക്കം ഒഴിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കും. അതെന്തുകൊണ്ടാണ്? യഥാർത്ഥ സമയത്ത് നിർവഹിക്കാതെ. ഏറ്റവും നല്ല പ്രവർത്തനം അമലുകളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമല് തന്നെ അസ്സലാത്തു ലിവഖ്തിഹാ, സമയത്ത് നിസ്കരിക്കൽ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉത്തരം അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. സ്ത്രീകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു സ്ത്രീ 5 നേരം കൃത്യമായി നമസ്കരിച്ചാൽ, വസാമത്ത് ശഹറഹ, നോമ്പ് അതിന്റെ മാസത്തിൽ റമളാനിൽ നിർവഹിച്ചാൽ, വഹസ്സനത് ഫർജഹ, ലൈംഗിക സദാചാരം പാലിച്ചാൽ, വതഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അനുസരിച്ചാൽ, ഖീല ലഹ, അവളോട് പറയപ്പെടും ഉദ്ഖുലുൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോ പെണ്ണേ, മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി, നീ ഉദ്ദേശിക്കുന്ന ഏത് വാതിലൂടെ വേണമെങ്കിലും നീ പ്രവേശിച്ചോ. സ്വർഗത്തിന് 8 വാതിലുണ്ട്. ഏത് വാതിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, അതേപോലെ രഹസ്യാവയവങ്ങൾ ഭദ്രമായി സൂക്ഷിക്കണം, ഭർത്താവിനെ കല്ലറയില്ലാതെ അനുസരിക്കണം, എങ്കിൽ നീ സ്വർഗത്തിൽ കയറിക്കോ എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ സുബഹിസ്കരിക്കാൻ നേരം വിളിച്ചിട്ടുണ്ട്. എണീക്കാൻ നേരത്തെ വീട്ടിലൊക്കെ ഉണ്ടാവും. മനസ്സിലായി? വീട്ടിലുള്ളവർക്ക് വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തെടുത്ത് ഒരുക്കി കൊടുത്ത് ഭർത്താവിനെ ജോലിച്ചിട്ട് കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞാൽ സുബഹിയാണെന്നുണ്ടാവില്ല. ബാങ്ക് കൊടുത്താൽ ഏറ്റവും ആദ്യത്തെ സമയമാണ് ഓരോ നിസ്കാരത്തിന്റെയും അഫ്ളൽ വഖ്ത്. അത് പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുന്ന പുരുഷന്മാർ മാത്രമല്ല, വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീകളും എന്ത് ചെയ്യണം? അത് നന്നായി ശ്രദ്ധിക്കണം, അത് കാത്തു സൂക്ഷിക്കണം. 11ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, അദ്മു ഖളാഇൽ മർഅത്തിൽ സ്വലാ അല്ലത്തി ദഖല വഖ്തഹാ, നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കാതിരിക്കും. പ്രത്യേകിച്ചും അവർക്ക് ഹൈള നിഫാസ് ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അതിനൊരു കാലയളവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു സ്ത്രീകൾക്ക് കൊടുത്ത ഔദാര്യവും ഇളവുമാണ്. ഹൈലിന്റെ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കറിയാം അവരുടെ ഹൈല് കാലം എത്രയാണ്. അത് അറിഞ്ഞാലും എന്തെയും പിന്നെ ഒരു ദിവസം 2 ദിവസം ആ ഹൈലിന്റെ സൗജന്യത്തിൽ അങ്ങനെ പോകും. നിസ്കരിക്കാതിരുന്നാൽ ഒരു എന്താണ് കാലം ആയി ജസ്റ്റല്ല ആയിട്ടുണ്ട്. ശുദ്ധിയായാൽ അതിനെ ഏറ്റവും അടുത്ത് എന്ത് ചെയ്യണം? നിസ്കരിക്കണം.
ശുദ്ധിയാകുന്ന സമയം വന്നാൽ ഒരു അമാന്തം കാണിക്കരുത്. ലോഹറിന്റെ അവസാന സമയത്ത് ശുദ്ധിയായി വരുന്നല്ലോ, അസറാകത്തെ നിൽക്കരുത്. മനസ്സിലായില്ല? ആ സമയത്തിന് ശുദ്ധീകരിച്ച് കുറിച്ച് എന്ത് ചെയ്യണം? ലോഹറന്നെ നിൽക്കരുത്. എന്നാൽ മിക്ക സ്ത്രീകളും അവരുടെ ഹൈലിന്റെ അവസാന സമയത്ത് എന്ത് ചെയ്യും? പലപ്പോഴും അവഗണിക്കാറുണ്ട് എന്നാണ് ശേഖ് പറയുന്നത്. അത് വളരെ സൂക്ഷിക്കണം. ശുദ്ധിയായ ഉടനെ നമസ്കാരം നിർവഹിക്കൽ വാജിബാണ്. അല്ലാതെ എനിക്കൊരു ഇളവുണ്ടെന്ന് കരുതി പിന്നെയും അത് നീക്കാൻ പാടില്ല. 15 ദിവസം വരെയൊക്കെ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി എത്രയും ദിവസം ചെയ്യാൻ പാടില്ല. ഓരോരുത്തർക്കും എത്രയാണ് ഹൈലിന്റെ കാലം അവർക്കറിയാം, അതെപ്പോഴാണ് ശുദ്ധിയാകുന്നവർക്കറിയാം. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ എന്താണ് കുറച്ചും കൂടി ദിവസം ഞങ്ങൾക്ക് അതിൽ ഇളവുണ്ട് എന്നുള്ള അതിനൊരു അലസതയോടുകൂടി സമീപിക്കരുത്. ഉടനെ ശുദ്ധിയായി അതിനെ നമസ്കരിക്കണം എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. 12ാമത്തെ കാര്യം അദ്മുൽ ഇസ്തിമാം ബിഇഖ്റാജ് സകാത്തിൽ മാലി വൽ ഹുദി. സ്വത്തിനും ആഭരണത്തിനുമുള്ള സക്കാത്ത് പരിഗണിക്കാതിരിക്കുക. കാരണം കഴിഞ്ഞ സക്കാത്താണ്. സ്ത്രീകൾക്ക് അവിടെയും ധാരണ സക്കാത്ത് കൊടുക്കുന്നത് ആണുങ്ങളല്ലേ, ഒക്കെ ഭർത്താക്കന്മാർ കൊടുത്തോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരത്തിൽ കിട്ടിയ ആഭരണത്തിന് സക്കാത്ത് ഭർത്താക്കന്മാരല്ല, നിങ്ങൾ തന്നെ കൊടുക്കണ്ടേ, സ്ത്രീകൾ തന്നെ കൊടുക്കണ്ടേ. മനസ്സിലായില്ലേ? അതുകൊണ്ട് വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കുന്നവർ, അത് ആഭരണമായി നിക്ഷേപമാണെങ്കിലും ശരി, അല്ലാതെ നിക്ഷേപമാണെങ്കിലും ശരി, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത് ചെലവഴിക്കാത്തവർ അഥവാ സക്കാത്ത് നൽകാത്തവർ ഒന്നാമത്തത്. പിന്നെ മറ്റുള്ള വിഷയം എങ്കിൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവരെ അറിയിക്കണം. യൗമ യസ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ആ സക്കാത്ത് നൽകാത്ത സ്വത്തിന്റെ പേരിൽ അവർ നാളെ ഇസ്തിരി വെക്കപ്പെടും. ആ സ്വത്തിനെ തകിടുകളാക്കി മാറ്റി നരകത്തിൽ ഇസ്തിരി വെക്കപ്പെടും. അവർ ചുട്ടുപഴിപ്പിക്കപ്പെടും. ആ ആഭരണങ്ങൾ ചുട്ടുപഴിപ്പിക്കപ്പെടും. ആ പഴിപ്പിച്ച ആഭരണങ്ങൾ മുഴുവൻ ഇസ്തിരി വെക്കപ്പെടും. അവരുടെ നെറ്റിത്തടങ്ങളും പാർശ്വഭാഗങ്ങളും മുതുകുകളുമെല്ലാം അവർ സകാത്ത് കൊടുക്കാതെ നിക്ഷേപമായി വെച്ചിരിക്കുന്ന സ്വർണം വെള്ളി അതുകൊണ്ട് ഇസ്തിരി വെക്കും. ഇസ്തിരി വെക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് ഇസ്തിരി വെക്കാൻ വേണ്ടി നിങ്ങൾ കൂട്ടിട്ട് വെച്ച നിധിയാണ് എന്ന് പറയുകയും ചെയ്യും. നിങ്ങൾ നിക്ഷേപമായി വെച്ചത് ആശ്രയിച്ചുകൊള്ളുക. 9ാമത്തെ സൂറത്ത് തൗബ 34-35 ആയത്തുകൾ. സൂറത്ത് തൗബ 34-35 ആയത്തുകൾ. അതുകൊണ്ട് സക്കാത്തിനെ പറ്റി, നമ്മുടെ സക്കാത്തിനെ പറ്റിയും വീട്ടുകാരുടെ സക്കാത്തിനെ പറ്റിയൊക്കെ സ്ത്രീകൾ ആലോചിക്കുന്നതല്ല. ഓരോ വരുമാനത്തിനും, കൃഷിയാണെങ്കിൽ വിളവെടുക്കുമ്പോഴാണ്, മറ്റുള്ള വരുമാനങ്ങൾക്ക് ഒരു വർഷം തികയുമ്പോഴാണ്. ആ വർഷം തികയാൻ കാത്തിരിക്കണമെന്നില്ല, പക്ഷെ വർഷം കടന്നു പോകാൻ പാടില്ല. അതിനു മുമ്പ് ആ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, കൃത്യമായ അളവിൽ കൊടുത്തിട്ടുണ്ട്. റമളാൻ മാസത്തിൽ കൈനീട്ടി വരുന്നവർക്ക് എന്തെങ്കിലും 10, 100, 500 കൊടുത്താൽ എന്റെ സക്കാത്തായി ആരും വിചാരിക്കില്ല. കൃത്യമായി ഞാൻ എത്ര വില നിലവാരമുള്ള വസ്തുവിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അതിന്റെ 2% കൊടുക്കേണ്ടത് അങ്ങനെ, 5% കൊടുക്കേണ്ട അങ്ങനെ, 10% കൊടുക്കേണ്ട അങ്ങനെ, ആ നിലവാരത്തിൽ തന്നെ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കുന്ന കാര്യം ഉറപ്പുവരുത്തണം. സക്കാത്തിന്റെ കാര്യം സ്ത്രീകൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും ആഭരണങ്ങളുടെ സക്കാത്ത്. ഇനി ആഭരണം ഉണ്ടെന്ന് തെരഞ്ഞു പോകാൻ നിൽക്കണ്ട, ആഭരണം ഉള്ളവർക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം. അതുപോലെ ഭർത്താവോ മക്കളോ നിസ്കരിക്കാതിരുന്നാൽ മിണ്ടാതിരിക്കുക. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പറ്റുന്നൊരു കുഴപ്പമാണ്. അതും നിശ്ചലവും അവരോട് ഗുണകാംക്ഷ പുലർത്താതിരിക്കുക. അവരെ എതിർക്കാതിരിക്കുക. ആരെ? നിസ്കരിക്കാത്തത്. ഭർത്താവ് ഇങ്ങനെ വൈകി കിടന്ന് സുബൈക്ക് എണീക്കാതെ അങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇവിടെ നേരത്തെ സുബൈക്ക് നിസ്കരിച്ച് അടുക്കള പോയി പണിയെടുക്കും, അയാളൊന്നും വിളിച്ചും കൂടിയില്ല. കുട്ടികൾ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നുണ്ടാവും. ചോറുന്നാൾ കിടന്നുറങ്ങിയ അമ്മമാർക്ക് ഭയങ്കര വേജാറായി. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു വേജാറും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കിടന്നുറങ്ങുന്നവരോട് ചോറിന് കിടക്കുന്നവർ നിസ്കരിച്ച് കിടക്കുന്നവർ പറയില്ല. അപ്പൊ കുട്ടികളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിലും ഭർത്താക്കന്മാരുടെ നിസ്കാരത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത്, അതിനെ അവഗണിക്കുക എന്നുള്ളത് നമ്മുടെ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഒരു ദോഷമാണ്. നിസ്കരിച്ച് ചോറ് എടുത്താൽ മതി. മനസ്സിലായില്ലേ? അതിനർത്ഥം വിശക്കുന്ന ആളുകൾ വിശന്നോട് നിസ്കരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. വിശക്കുന്ന ആൾ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കണ്ടേ, അത് സംശയമൊന്നുമില്ല. പക്ഷേ നിസ്കാരം മറക്കുന്ന ആളുകൾ ആ ചോറിനേക്കാളും വലുതാണ് നിസ്കാരം ചെയ്യണം, പഠിപ്പിക്കണം. ചോറിന് നിസ്കരിക്കുകയാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ സ്ത്രീകൾക്കുണ്ട്. 7 വയസ്സായ നിസ്കാരം ശീലിപ്പിക്കണം. ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ മക്കളെ കൂടെ ഭാര്യമാരിലെ ഉണ്ടാവാം, ഉമ്മമാരല്ലേ വാപ്പമാരെക്കാൾ കൂടുതൽ ഉണ്ടാവാം. അപ്പൊ അവർ കുട്ടികളെ ശീലിപ്പിക്കണം. 7 വയസ്സായ കുട്ടി ഓരോ വക്തം നിസ്കരിക്കുന്നതിന് ഉറപ്പുവരുത്തണം. നമ്മളെ കൂടെ ആണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും.
ഇനി പള്ളിയിൽ പോകാൻ പ്രേരിപ്പിക്കണം, ആ സമയത്തെത്തിയാൽ പോകാൻ പറയും. 10 വയസ്സായ അടിക്കണം. ഉമ്മന്റെ കയ്യിലുള്ള കുട്ടിണ്ടാകുമ്പോൾ അടിക്കണ്ടേ? ഒരു ചൂരല് കുട്ടികൾ കാണുന്നിടത്ത് വെക്കണം. മനസ്സിലായില്ലേ? ഭർത്താവിന് പോകുന്ന ഒരു ചൂരല് ഭാര്യക്കും വേണം, ബാപ്പാക്കും വേണം ഒരു ചൂരല് ഉമ്മാക്കും വേണം. ബാപ്പാന്റെ ചൂരല് കുറച്ചും കൂടി ഉയരത്തിൽ വെക്കണം, കുറച്ചുകൂടി വലുതായിരിക്കണം. എന്താ കാര്യം? അത് ഭാര്യക്കും കൂടി ഒന്ന് കൊടുക്കാനുള്ള. ഉമ്മാന്റെ ചൂരല് മക്കളെ തല്ലാനുള്ള. അപ്പൊ തല്ലൊക്കെ 10 വയസ്സ്. നമ്മൾ 2.5 വയസ്സായ നേഴ്സറി പോയി വന്നിട്ട് നെയ്താൻ പഠിച്ചാത്തതിന് അടിച്ച് ചീത്ത പറഞ്ഞ് പൊളിച്ച തരും വന്ന് തിന്നാനും തരില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനി ഓർലിക്സ് ആണെങ്കിൽ എന്ത് വേണം? ശരിക്കും എഴുതി കാണിക്കണം. 2.5 വയസ്സുള്ള കുട്ടിനോട് അതൊന്ന് ആലോചിച്ച് നോക്കും. ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഈ നഴ്സറിൽ എന്ത് ചെയ്യുന്നത്? കുട്ടികളെ ചേർക്കുന്നത്. എന്നിട്ട് അതിനും ഉമ്മാർക്ക് ഭയങ്കര നഷ്ടമാണ്. കുട്ടികളടിക്കരുത്. കുട്ടികളടിക്കൽ വളരെ നിർണായകമായി കിട്ടത്തില്ല. കുട്ടികളടിക്കുന്നതിന് 10 വയസ്സാണ്. മനസ്സിലായില്ലേ? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശാസിക്കാനേ പറ്റും. തൊട്ടതിന് കുറിച്ചൊക്കെ അടിക്കാൻ ഏത് നേരത്തെ അടിക്കാം. പിന്നെ ഉമ്മാരെ അടിക്കുവല്ല വിലയുണ്ട്. ആ അടി കുട്ടികൾക്ക് വല്ല സ്വാധീനം ഉണ്ടാക്കും. അടിക്കാതെ തന്നെ കുട്ടികൾ തെറ്റുന്ന അവസ്ഥയിലേക്ക് ഉമ്മമാര് മാറും. അതേ സമയത്ത് അടിക്കേണ്ട സമയത്ത് അടിക്കില്ല. അന്നേരം പിന്നെ അടക്കന്റെയും കൗങ്ങിന്റെയും കഥ പറയും. 10 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ കൗങ്ങിന്റെ കഥ പറയണം. 10 വയസ്സാകുമ്പോഴാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഒന്ന് വേദനിക്കുന്ന രൂപത്തിൽ, മുറിവ് പറ്റാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം? വടിയെടുത്ത് അടിക്കുക. അത് ആൺകുട്ടിനെ അടിക്കണം, പെൺകുട്ടിനെ അടിക്കണം. അടിച്ചു വളർത്തുന്ന സമയത്ത് അടിച്ചെന്ന് വളർത്തണം. മനസ്സിലായില്ലേ? സൈക്കോളജി ഒക്കെ എല്ലാവരും പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്ത സൈക്കോളജി ഒന്നും ലോകത്ത് ഇല്ലാന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അത് വഹയിലെ അടിസ്ഥാനത്തിൽ കിട്ടിയ സൈക്കോളജിയാണ്. കുട്ടികളെ അടിക്കണം സൈക്കോളജിക്ക് പറയില്ല. ഈ 2 വയസ്സിന് അടിക്കലാണ് ഈ പ്രശ്നം. 3 വയസ്സിനൊക്കെ അടിക്കുന്നത്. അത് ദുനിയാവിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ 7 വയസ്സാകുമ്പോൾ തന്നെ നിസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സാണ് നിസ്കരിക്കാത്തവരെ അടിക്കണം. നിങ്ങളുടെ വീട്ടിൽ 10 വയസ്സ് കഴിഞ്ഞ് ഒരു 16 വയസ്സിന്റെ ഇടയിൽ എത്ര കുട്ടികളുണ്ട്? അവരെ ഞങ്ങൾ നിസ്കരിക്കാത്ത പേര് അടിച്ചത്. നിസ്കരിക്കാൻ നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, നിസ്കരിച്ചിൽ അടിക്കുന്ന വേണം. എന്നാൽ അവർ കാരണം അള്ളാഹു കൽപ്പിച്ച ആ രീതിയോടെ നമ്മൾ പോയാൽ കുട്ടികൾക്ക് നിസ്കാരം ഉണ്ടാവും. അള്ളാഹ് പറഞ്ഞാൽ അടിക്കാൻ, ആ അടിക്കാൻ നിസ്കാരം നിൽക്കുന്നല്ലേ അർത്ഥം. നമ്മൾ വേറെ ശാസ്ത്രീയ മാർഗങ്ങൾ കണ്ടെത്തി നിസ്കരിപ്പിക്കാൻ നേരത്തെ നടക്കുമോ? ഈ കാലഘട്ടത്തിൽ പുതിയ ശാസ്ത്രീയ മാർഗങ്ങളൊക്കെ തരാൻ ക്യാമ്പയിൻ ഉണ്ടാവും. തൽക്കാലം നമ്മൾ ഇസ്ലാം പറഞ്ഞ ശാസ്ത്രത്തിലൂടെ എന്ത് ചെയ്യാം? കുട്ടികളെ ശാസിച്ച് വളർത്തി കൊണ്ടുവരാം. അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പം ഇനി അതുപോലെ ഭർത്താക്കന്മാര് സുബൈ വാങ്ങി കൊടുക്കുമ്പോൾ കിടന്നുറങ്ങിയാൽ വെള്ളം ഒഴിക്കണം. ആദ്യം കുടയാ, പിന്നെ ഒഴിക്കുക. മനസ്സിലായത്? സഹാബികളും ഒക്കെ എന്താ ചെയ്യുന്നറിയോ? സഹജ് നിസ്കരിക്കാൻ വെള്ളം കൊടുക്കും. പിന്നല്ലേ സുബൈ. സുബൈ നിസ്കാരത്തിന്റെ കാര്യം പിന്നല്ലേ. സഹജ് നിസ്കരിക്കാൻ അണിയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വെള്ളം കൊടുക്കും. മനസ്സിലായില്ലേ? ഇന്ന് ഒരു ദിവസം വെള്ളം കൊടുക്കുള്ളൂ, പിറ്റേന്നോട് വീട്ടു പോകേണ്ടി വരും. കഴിഞ്ഞ ആരാതി കുടുംബത്തിലൊക്കെ ജീവിക്കേണ്ട ഗതികേട് നമുക്ക് വരാതിരിക്കാം. അള്ളാഹിനെ സ്നേഹിക്കുന്ന, ഇബാദിനെ സ്നേഹിക്കുന്ന കുടുംബത്തിൽ ജീവിക്കാൻ കഴിയും. അതിൽ ഒരുമിച്ച് ദീന് പഠിക്കണം. പരലോകം സത്യമാണ്, നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ, അതുപോലെ ഭർത്താവിനെ ദീനിയായിട്ടാണ് അവർ പോകുന്നത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ വസ്ത്രധാരണം, അവരുടെ ഇടപാട്, അവരുടെ നിലപാട്, ഇതിലൊക്കെ ശരീരത്തിന് വിരുദ്ധമായി കാണുമ്പോൾ ദിവസവും രാവിലെ എണീറ്റിട്ട് താടിയൊക്കെ ക്രൂശൈ ചെയ്യുന്ന ഭർത്താവിനെ കാണും ഭാര്യ തടയണം. മനസ്സിലായില്ലേ? അത് വളർത്താൻ പ്രേരിപ്പിക്കണം. നാളെ അള്ളാഹുവിന്റെ വിചാരണ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിലാണ് നിൽക്കേണ്ടി വരിക. മനസ്സിലായില്ലേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് സമൃദ്ധമായ താടിയുണ്ടാവും. മാതൃകയായ സ്വഹാബത്തിന് മുഴുവൻ സമൃദ്ധമായ താടിയുണ്ടാവും. എന്നിട്ട് അതിന്റെ ബാക്കിൽ നമ്മൾ താടിയില്ലാതെ നിൽക്കും. ഇപ്പൊ താടില്ലാത്തത് നിൽക്കൽ ഇടതുഭാഗത്ത് കാഫര്യങ്ങളും മുനാഫികളും നിൽക്കുന്നിടത്താണ്. അവിടെ പോയി നിൽക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പരലോകത്ത് അള്ളാഹുവിന്റെ സവിശേഷമായ തണൽ കിട്ടണമെങ്കിൽ വാജിബാണ് താടി വളർത്തൽ എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മുടെ ഭർത്താക്കന്മാരെയും മക്കളും അതിൽ നിന്ന് വിട്ടുപോകുന്നവരാണെങ്കിൽ അതിനെ പ്രേരിപ്പിക്കാൻ ദീനറിയുന്ന ഒരു സ്ത്രീക്ക് ബാധ്യതയുണ്ട്. അതല്ല, അതൊന്നും നമ്മൾ നോക്കണ്ടല്ല. അവരെ ദീനൊക്കെ പറഞ്ഞ് എനിക്ക് കുടുംബം തെറ്റാൻ നിൽക്കണം എന്ന് കരുതി മിണ്ടാതിരിക്കുന്നതല്ല ഒരു സ്ത്രീക്ക് ഭൂഷണമല്ല എന്നാണ് ശേഷ് 14-ാമതായി നൽകുന്ന ഉപദേശം. അതുപോലെ തന്നെ നോമ്പെടുക്കാതിരിക്കുന്നവരെ പ്രേരിപ്പിക്കണം, അവരെ താക്കീത് ചെയ്യണം. വാജിബുകൾ അവരെന്തൊഴിവാക്കിയാലും അവരെ പ്രേരിപ്പിക്കണം. ആരെ? ഭർത്താവിനെയും അതേപോലെ തന്നെ മക്കളെ. 15-ാമത്തെ വിഷയം തഖ്സീസ് ലൗനി മുഅയ്യൻ ലിൽ ഇഹ്റാം. ഇഹ്റാമിന് വേണ്ടി ഒരു പ്രത്യേക വസ്ത്രം ധരിക്കണം എന്ന് ആരും കരുതരുത്. സ്ത്രീകൾ പലപ്പോഴും വീഴുന്ന വസ്വാസ് കൊണ്ട് വീഴുന്നതാണെന്ത്? ഞങ്ങൾ ഹജ്ജിൽ പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോൾ പ്രത്യേകം ഡ്രസ്സ് ആവശ്യമുണ്ട്.
സാധാരണ ധരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ് സ്ത്രീകൾ എന്ത് ചെയ്യേണ്ടത്, ഉംറയുടെ സമയത്തും ധരിക്കേണ്ടത്. അല്ലാതെ ഉംറ വസ്ത്രം എന്നൊരു വസ്ത്രം ആയിരിക്കില്ല സ്ത്രീകൾക്ക് പ്രത്യേകമില്ല. അത് റസൂലുള്ളാഹി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവര് ധരിക്കേണ്ട വസ്ത്രങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് കയ്യോളം ധരിക്കാൻ, മുഖം മറക്കാനും പാടില്ല. ഏത് സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ അത് വേണമെന്നല്ല. ഇഹ്റാമിലായിരിക്കെ കയ്യർ ഒഴിവാക്കാനും മുഖം വെളിപ്പെടുത്താനും ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തെ അത് പാടുള്ളൂ എന്നാണ് അതിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അല്ലാതെ പ്രത്യേക കളർ നിശ്ചയിച്ച അല്ലെങ്കിൽ പ്രത്യേക വസ്ത്രം നിശ്ചയിച്ച അത് ഉംറന്റെ വസ്ത്രം ചെയ്തിടുക, ഹജ്ജിന്റെ വസ്ത്രം ചെയ്തിടുക, അത് പാടില്ലായിരുന്നു. ഇത് പ്രത്യേകിച്ചും ഹജ്ജിന് വരുന്നവർക്കും ഉംറക്ക് വരുന്നവർക്കും നൽകുന്ന ഉപദേശമായതുകൊണ്ടാണ് അതിൽ ഉൾപ്പെട്ടത്. ഇത് വ്യാപകമായിട്ട് പൊതുജനങ്ങൾക്ക് മുഴുവൻ നൽകുന്ന ഉപദേശങ്ങളായിട്ട് ഒന്നല്ല. ഇത് ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾ കൊടുക്കുന്ന വസിയത്തായതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്ത് ചെയ്തത്, ഇതുകൂടി ഉൾപ്പെട്ടിരിക്കുന്നത്. വസ്ത്രത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ അവസാനം ചോദിച്ചത് ഫിത്ന ഭയപ്പെടുന്ന ഘട്ടത്തിൽ അത്തരം ഘട്ടത്തിലും മുഖം മറയ്ക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊരു അനുവാദം മാത്രമാണ്. അവിടെ മുഖം മറയ്ക്കാതിരിക്കുന്നത് തന്നെയാണ് സുന്നത്ത്. ഫിത്ന ഭയപ്പെടുന്ന സമയത്ത് മനസ്സിലായില്ല. ഫിത്ന ഭയപ്പെടുന്ന ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സ്വാഭാവികത്തിലാണ് മുഖം മറയ്ക്കാൻ അനുവാദമുണ്ട്. പക്ഷെ അവർക്ക് നിയമം മുഖം മറയ്ക്കാനാണെന്ന് കരുതരുത്. അതൊരു അനുവാദമാണ്, ഫിത്നയുടെ ഘട്ടങ്ങളിലുള്ള അനുവാദമാണ് എന്ന് മനസ്സിലാക്കി അവിടെ എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും അവർക്ക് മുഖം മറയ്ക്കാൻ അനുവാദമാണ്. ഞാൻ പറഞ്ഞ വിഷയം അതല്ല. അവിടെ ഞാൻ ചർച്ച എന്തായിരുന്നു, അവിടെ മുഖവും അതേപോലെ തന്നെ കയ്യുറകളും ധരിക്കാതിരിക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ പ്രത്യേക വസ്ത്രം വേണമെന്ന് ചെയ്യരുത്. വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നിബന്ധന വന്നിട്ട് അത് മാത്രമേ ഉള്ളൂ എന്നാണ്. വസ്ത്രത്തിന്റെ വിഷയത്തിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതല്ലാത്ത മറ്റൊന്നും നിങ്ങൾ നിശ്ചയിക്കരുത് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സംശയങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് അവസാനം സംസാരിക്കും. അറിയുന്ന കാര്യം നമുക്കിപ്പോൾ പറയാനോ കുറച്ച് ഭാഷകൾ പഠിക്കേണ്ടതാണ്. മറ്റൊന്ന് അദ്മു തമസ്സുകി ഹിജാബി ശറഈ അസ്സഹീഹ. ശറഈയായിട്ടുള്ള ശരിയായ ഹിജാബ് അത് മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുക, അത് ഒഴിവാക്കുക. ഹിജാബ് ഞങ്ങൾ അങ്ങനെ പറയും. ഇത് കേരളമല്ല, ഇത് ഒരു ബഹുമത സമൂഹത്തിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഹിജാബിന്റെ കാര്യത്തിൽ ചാദ്യം പിടിക്കാനൊന്നും പറ്റില്ല. മനസ്സിലായി? ഇന്ന് കയ്യടി വാങ്ങണമെങ്കിൽ പർദ്ദക്കെതിരെ അഭിപ്രായം പറഞ്ഞാൽ ചാനലിൽ ഞങ്ങൾ അടുക്കളയിൽ വെക്കും. എങ്ങനെയാണെന്ന് അറിയില്ല, മണത്തറിഞ്ഞവിടെ എന്നിട്ട് പറയും എന്താ പർദ്ദ വേണ്ട നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പിറ്റേന്ന് അതെല്ലാവരും നിങ്ങൾ പ്രദർശിപ്പിക്കും. മനസ്സിലായില്ല? അങ്ങനെ കുറെ ഫാസിക്കുകളും ശൈത്തന്മാരും കാഫിറുകളെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? പിന്നെ കുറെ ചേരുന്നവര് അവരാണ് ഇസ്ലാമിന്റെ പ്രതിരൂപങ്ങളായിട്ട് മുഖ്യധാര പത്രങ്ങളും ചാനലുകളൊക്കെ പരിചയപ്പെടുത്തിയത്. അവർക്ക് മുഖ്യധാര പത്രങ്ങളുടെയും ചാനലുകളുടെയും കോളുണ്ടാവും, അവിടെ സീറ്റുണ്ടാവും. കാഫിറുകളെയും ക്രിസ്ത്യാനികളുടെയും യുക്തിവാദിനെയും കയ്യടി കിട്ടും. അതുകൊണ്ട് പലർക്കും രക്ഷപ്പെടും. ഞങ്ങളുടെ നാട്ടിലെ ആളുകളൊക്കെ ഞങ്ങൾ പറഞ്ഞ പരിഷ്കരണം അംഗീകരിച്ചിരുന്നു. അള്ളാന്റെ ദീനാണ് പരിഷ്കരിക്കുന്നത്. അത് പറയുന്ന ആളുകളുടെ നിലപാട് അതിൽ നമ്മൾ ചൂണ്ടിക്കാട്ടും. തിരിച്ച് തൗബ ചെയ്യാതെ അത്തരം ആളുകൾക്കൊന്നും അള്ളാഹിനെ രക്ഷപ്പെടാൻ പറ്റില്ല. ദീനിനെ പരീക്ഷിക്കുന്ന ഇസ്ലാം പൊളിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിന് പുറത്തു വന്ന വിഷയം അള്ള ദീനാക്കിയ ഒരു കാര്യം അത് ദീനല്ല എന്ന നിലവാരത്തിൽ സംസാരിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദാവുന്ന വിഷയങ്ങളിൽപ്പെട്ട വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണും. അപ്പൊ എന്ത് ചെയ്യാൻ, ഇസ്ലാമിന്റെ ഹിജാബ് എന്താണ് എന്ന് കൃത്യമായി പഠിക്കണം, അത് പാലിക്കണം. 17ാമത്തെ നമ്പറിൽ പറഞ്ഞു ഇബ്ഹാറുൽ ഐനൈൻ ഔ ലുബുസുമായി യുസമ്മാ ബിന്നിഖാബ് അബിൽ ബുർഖ അബിൽ ലിസാം. നമ്മൾ ബുർഖ എന്ന നിഖാബ് എന്നൊക്കെ പറയുന്ന വസ്ത്രം ധരിക്കുക. ആ ധരിക്കുന്ന കാര്യത്തിൽ വീഴ്ച വെച്ചു മുഖം മറയ്ക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അടുത്ത നമ്പർ പറഞ്ഞു. ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് വിശദീകരിക്കാം. സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് വഖർന 33ാമത്തെ സൂറത്തിലെ 33ാമത്തെ ആയത്ത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾ വീട്ടിൽ സ്ത്രീകൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം. സ്ത്രീകളുടെ അടിസ്ഥാന കേന്ദ്രം അവിടെ തന്നെയാണ് വീട് തന്നെ. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ജാഹിലിയ സൗന്ദര്യ പ്രകടനം, ആദിമകാല ജാഹിലിയ സൗന്ദര്യ പ്രകടനം അവർ പ്രകടിപ്പിക്കരുത്. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, അവർ പ്രകടിപ്പിക്കരുത് എന്ന് പറഞ്ഞു.
ഇമാം മുജാഹിദ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, കാനത്തുൽ മർഅതു തഖ്റുജു തംശീ ബൈനർ റിജാൽ, പുരുഷന്മാർക്കിടയിലൂടെ നടക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് സ്ത്രീകൾ പുറത്തിറങ്ങലാണ് ജാഹിലിയ സൗന്ദര്യ പ്രകടനം. ഫദാലിക തബറുജുൽ ജാഹിലിയ. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സാബിയായിട്ടുള്ള മുജാഹിദ് റളിയല്ലാഹു അൻഹു വാക്കുകൾ എടുത്തു ചേർത്തിരിക്കുന്നു. ജാഹിലിയ സൗന്ദര്യ പ്രകടനം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ നടക്കുന്നിടത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്ത്രീകൾ നടക്കുക. മാർക്കറ്റ്, അങ്ങാടികളെ സ്ത്രീകൾ നടക്കലെന്ന് എന്താണ്? ജാഹിലിയ സൗന്ദര്യ പ്രകടനമായി കൂട്ടിയിരിക്കുന്നു. അതിൽ മുഖം വെളിപ്പെടുത്തുക, അതേപോലെ തന്നെ മറ്റ് കുടുസായ വസ്ത്രങ്ങൾ ധരിക്കുക, ഓപ്പൺ ആയിട്ടുള്ള ശരീരത്തിലെ രൂപങ്ങൾ വെളിപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ചെറിയ വസ്ത്രങ്ങൾ ധരിക്കുക, പുരുഷന്മാരുടെ വസ്ത്രം പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇതൊക്കെ ഈ ജാഹിലിയ സൗന്ദര്യ പ്രകടനത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും പാടില്ല എന്ന് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. വലാ യുബദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അവരുടെ അലങ്കാരം അതിൽ നിന്ന് പ്രത്യക്ഷമായതല്ലാതെ അവർ വെളിപ്പെടുത്താൻ പാടില്ല. പ്രത്യക്ഷമായെന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ഇബ്നു കസീർ തഫ്സീർ പറഞ്ഞു, ഐലാ യദ്ഹറു ശൈഅൻ മിന അസ്സീന, സ്ത്രീ അവളുടെ സൗന്ദര്യം ഒട്ടും വെളിപ്പെടുത്തരുത്. ലിൽ അനാജിദ് അജാനിബ്, അന്യരുടെ മുന്നിലും, ഇല്ലാ മാ യുംകിൻ ഇഖ്ഫാഉഹു, അവർക്ക് മറച്ചു വെക്കാൻ കഴിയാത്തവരെ, അതായത് ആ വസ്ത്രം, അവർ ധരിക്കുന്ന വസ്ത്രം പുറത്തു കാണുമല്ലോ, അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് മറച്ചിട്ട് കഴിയില്ലല്ലോ. അതല്ല, അതുകൊണ്ട് തന്നെ സൗന്ദര്യം എന്ത് ചെയ്യണം? അവര് സമ്പൂർണമായി അത് ഒളിച്ചു വെക്കണം. അന്യരുടെ ഭർത്താവിന്റെ മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കാനുള്ളതാണ് സൗന്ദര്യം. അന്യരുടെ മുന്നിൽ സൗന്ദര്യം വെളിപ്പെടുത്താൻ ഒരു പെണ്ണിന് നാണമില്ല, വിശുദ്ധിയില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അവളുടെ മുഖ സൗന്ദര്യമാണെങ്കിലും മറ്റ് ആകർഷിക്കുന്ന ഏത് സൗന്ദര്യ ഭാഗമാണെങ്കിലും അത് അന്യ ആണുങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ സംഗതിയാണ്. അത് സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ അവൾ സുഗന്ധം പൂശുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യരുത്? അയ്യുമംറഅത്തിൻ ഇസ്തഅസറത് ഫമറത് അലാ ഖൗമിൻ ലിയജിദൂ മിൻ ദീഹിഹാ ഫഹിയ. ഒരു സ്ത്രീ സുഗന്ധം പൂശി മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതിന്റെ സുഗന്ധം മറ്റുള്ളവർ ആസ്വദിക്കട്ടെ, മറ്റുള്ളവർ ആകർഷിക്കാൻ വേണ്ടി സുഗന്ധദ്രവ്യം പൂശി ഇറങ്ങിയാൽ അവൾ ജാനിയത്താണ്, വ്യഭിചാരിണിയാണ്, ദേശീയാണ് എന്നാണ് അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. വസ്ത്രത്ത് സുഗന്ധം പൂശിറങ്ങി, മനസ്സിലായില്ല? അപ്പൊ പറയും അങ്ങനെ വേർപ്പിന്റെ ദുർഗന്ധന്റെ അങ്ങനെ ഉണ്ട്. ഈ ദുർഗന്ധങ്ങളെ കുറിച്ചൊക്കെ അറിയുന്ന ആളാണ് എന്ത് ചെയ്തത്? വഹി കൊടുത്ത് നിയമം പഠിപ്പിച്ചത്. ഇബ്ലീസ് ഓരോ ന്യായം പറഞ്ഞും ഹറാമ ഹലാലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ എന്ത് ചെയ്യരുത്? പോകരുത്. അങ്ങനെ ദുർഗന്ധം മറ്റുള്ളവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന സർക്കാരങ്ങൾ അങ്ങാടിക്ക് ഇറങ്ങണ്ട, വീട്ടിൽ തന്നെ ഇരുന്നത് ആ സുഖമൊക്കെ മാറിയിട്ട് ഇറങ്ങിയാൽ മതി. ഇറങ്ങേണ്ട അത്യാവശ്യം നേരിൽ തന്നെ ഇസ്ലാം നിശ്ചയിച്ച അതിർവരമ്പുകൾ പാലിപ്പാൽ അത് സൂക്ഷിക്കണം. പിന്നെ വീട്ടിൽ പാലിക്കേണ്ട മര്യാദകളാണ് എന്ന് പറയുന്നത്. ഇസ്തിഅമാലു ആനിയത്ത് ദഹബി വലിച്ചുള്ള, അടുത്തത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ ഉപയോഗിക്കുക. അത് ഞാൻ വിശദീകരിക്കേണ്ടല്ല, ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മുസ്ലിംകൾക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്താണ് സ്വർണ്ണപാത്രം. അത് രാജാക്കന്മാരാണെങ്കിലും ശരി, അവർക്ക് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. വെള്ളിയുടെ ആഭരണങ്ങൾ ഉപയോഗിക്കാം സ്ത്രീകൾ, എല്ലാവർക്കും. സ്ത്രീകൾക്ക് സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഉപയോഗിക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? പാത്രം അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യരുത്, വാങ്ങുകയും ചെയ്യരുത്. കിട്ടിയാൽ അതിലെന്ത് ചെയ്യാനും പാടില്ല? അതിൽ ഭക്ഷണം കഴിക്കാനും പാടില്ല. സ്വർണത്തിന്റെ പാത്രം, സ്പൂണൊക്കെ ഉണ്ടാവും, വെള്ളിക്കരണ്ടിന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചില ആളുകൾ ശരിക്കും എന്ത് ചെയ്യും? അങ്ങനെ ഉപയോഗിച്ച് ഗിഫ്റ്റായിട്ട് കൊടുക്കും വെള്ളിക്കരണ്ടികളൊക്കെ. അതൊന്നും ഒരിക്കലും ചെയ്യരുത്, കൊടുക്കരുത്. ഞാൻ വലിയ പാത്രമൊന്നും കൊടുത്തില്ലല്ലോ, സ്പൂണല്ലേ കൊടുത്തിട്ടുള്ളൂ നമുക്ക് പറയും. അന്ന് ചെയ്യാൻ പാടില്ല. മറ്റൊന്ന് താലിയത്ത് സുവർ അൽ മുജസ്സമ വയറുൽ മുജസ്സമ അൽ ജുദറ. നിങ്ങൾ എന്ത് ചെയ്യരുത്? ചിത്രങ്ങൾ ചുമരിൽ എന്ത് ചെയ്യുക? തൂക്കിയത്. ചിത്രങ്ങൾ ചുമരിൽ, വീട്ടിലെ ചുമരിൽ എന്ത് ചെയ്യുക? അലങ്കരിക്കാൻ വേണ്ടി ചിത്രങ്ങൾ തൂക്കിയത്. അത് പാടില്ല. ചിത്രങ്ങൾ കൊണ്ട് ചുമര് അലങ്കരിക്കരുത്, പ്രത്യേകിച്ച് ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ പറഞ്ഞു, യഖ്റുജു മിനന്നാ, നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് ഉയർന്നു വരും. ലഹു ഐനാനി യുബ്സിറു ബിഹിമാ വലഹു ഉദുനാനി യസ്മഉ ബിഹിമാ, അതിന് പുറത്തു നോക്കുന്ന രണ്ട് കണ്ണുകൾ, മറ്റുള്ളവരെ ശ്രവിക്കുന്ന രണ്ട് കാതുകൾ, വലിസാനിൽ യൻതിഖു ബിഹി, സംസാരിക്കുന്ന ഒരു നാവ്, ഇതെല്ലാം ഉണ്ടായിരിക്കും. മഹ്ശറിലെല്ലാവരും റബ്ബ് വന്നു, മലക്കുകൾ വന്നു, നരകം വലിച്ചയച്ചു കൊണ്ടുവരപ്പെട്ടു. 490 കോടി മലക്കുകൾ ചേർന്ന് നരകം വലിച്ചയച്ചു കൊണ്ടുവന്ന് മഹ്ശറിൽ വെച്ചു. എല്ലാവരും നരകം കാണും. അപ്പൊ നരകത്തിൽ നിന്നൊരു കഴുത്ത് ഉയർന്ന് എണീറ്റ് പറയും, ഇനി വക്കിൽ തുടിസല, 3 ആളുകളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഈ 3 ആൾ നരകത്തിൽ പോകണം. ഒന്ന് കുല്ലുമൻ അള്ളാഹുവിന്റെ കൂടെ മറ്റ് ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിച്ച എല്ലാവരും, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച എല്ലാവരും, കുല്ലു ഉസൂലിൽ ജബ്ബാർ, സ്വേച്ഛാധിപതികളും അഹങ്കാരികളുമായിട്ടുള്ള എല്ലാവരും, കുല്ലു മുസവ്വിർ, എല്ലാ ചിത്രകാരന്മാരും, ചിത്രം വരച്ച ശില്പമുണ്ടാക്കിയ മുഴുവൻ ആളുകളെയും രൂപമുണ്ടാക്കി വെച്ച മുഴുവൻ ആളുകളെയും നരകം ഏറ്റെടുക്കുമെന്ന് പറയും. അതീവ ഗുരുതരമാണ്, പ്രത്യേകിച്ച് ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ. 22-ാമതായി ശേഖ് പറയുന്നത് മുഹാറബത്തു തഅദ്ദുദ് സൗജാത്ത്, ബഹുഭാര്യത്വം സ്വീകരിക്കുന്ന ഭർത്താക്കന്മാരോട് പോരടിക്കുക, അല്ലെങ്കിൽ മറ്റു ഭാര്യമാരോട് എന്ത് ചെയ്യുക, പോരടിക്കുക. കാരണം ഇസ്ലാം അനുവദിച്ചതും ഹലാലാക്കിയതുമായ ഒരു കാര്യത്തോടുള്ള കലഹമായതുകൊണ്ട് ബഹുഭാര്യത്വത്തിന്റെ പേരിൽ വീട്ടിൽ കലഹമുണ്ടാക്കുക എന്നുള്ളത് അത് ഒരു മുസ്ലിം സ്ത്രീക്ക് കുറ്റകരമായ സംഗതിയാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. അടുത്തതായി ശേഖ് പറഞ്ഞു, അതുമു ഫാഅത്തു സൗജി വറദ്ദി അലൈഹി ബിഖുവ്വ വറഫ്ഇ സൗതി ഫീ വജ്ഹിഹി, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുക കുറ്റകരമായ കാര്യം. കഴിവുണ്ടായിട്ടും ഭർത്താവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതെ എന്നത് മനസ്സിലാകുന്നത്. ഭാര്യയുടെ ജോലി എന്താണ്, പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണ്, ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അവൾ സ്വർഗം വാങ്ങുന്നത്. അവൾ ഭർത്താവ് ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം പോലും അള്ളാഹു ഭാഗ്യത്തിൽ വെക്കുന്നുണ്ട് ഭാര്യമാർ. മനസ്സിലായില്ലേ? കാരണം ഭർത്താക്കന്മാർ ഇബാദത്തുകളിൽ, ദഅവത്തിൽ, രോഗി സന്ദർശിക്കുന്ന കാര്യത്തിൽ ഇതൊക്കെ പുറത്ത് സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ആർക്ക് ചെയ്യാൻ പറ്റും? ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റും. ഭർത്താക്കന്മാർ അങ്ങനെ പുറത്ത് പുണ്യപ്രവർത്തനങ്ങൾ സജീവമായിരിക്കുമ്പോൾ വീട്ടിൽ കുട്ടികളെ നോക്കുന്നു, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു, അവരുടെ വസ്ത്രം വൃത്തിയാക്കുന്നു ഒക്കെ ആരാണ്? സ്ത്രീകളായിരിക്കും. ഇതൊക്കെ ചെയ്യുന്നതിന് കാരണത്താൽ അവർക്കുള്ള കർമ്മങ്ങളുടെ പ്രതിഫലത്തിൽ ഓഹരി വിട്ടുവെച്ച മുഴുവൻ പ്രതിഫലവും സ്ത്രീകൾക്കുണ്ട്. അവർക്കുള്ള നന്മയുടെ ഒരു കൂലി ആർക്കുണ്ട്? ഇത് അല്ലാഹു എന്തിനാ വെച്ചത്? അത്രയും കലവറയില്ലാതെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. മനസ്സിലായില്ലേ? ഏത് 4 ഭാഗ്യമാണ് ഒരു പുരുഷന് കിട്ടാനുള്ളത്. അതിൽ ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മർഅത്തു സാലിഹ, ഉത്തമ പത്നി. അവളുടെ ഒന്നാമത്തെ യോഗ്യത എന്താണ്? തുതിഉഹു ഇദാ അമർ, അദ്ദേഹം കൽപ്പിക്കുമ്പോൾ അനുസരിക്കും. വതസുറുഹു ഇദാ നള, അദ്ദേഹത്തെ നോക്കുമ്പോൾ സന്തോഷം നൽകും. അപ്പം ഭർത്താവിന് തന്റെ സൗന്ദര്യം കൊണ്ട് സന്തോഷം നൽകുന്ന ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ആസ്വാദനവും സന്തോഷവും ഉണ്ടാകുന്ന രൂപത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും. നല്ല നല്ല വസ്ത്രങ്ങളും പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ പുറത്തിറങ്ങുമ്പോഴാണല്ല, ഭർത്താവ് വരുമ്പോൾ അവരെ സ്വീകരിക്കാനാണ്. വീട്ടിൽ നല്ല വസ്ത്രം ധരിക്കാൻ പറ്റും. പർച്ചേസ് എന്നൊക്കെ വീട്ടിലിടാനാവട്ടെ, പുറത്തേക്ക് മാത്രമല്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ വീട്ടിൽ ഞാൻ എന്തെങ്കിലും നല്ല വസ്ത്രം ധരിക്കും, വീട്ടിലാണ് നല്ല വസ്ത്രം ധരിക്കുന്നത്. ഭർത്താവിനെ ആകർഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. അത് ഭർത്താവിന് തടയാൻ പാടില്ല. ഹുസൈൻ ഇബ്നു മുഹ്സിൻ, അവരുടെ അമ്മായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. കാലത്ത് അവർ പറഞ്ഞു, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബാബിൽ ഹാജ, ചില കാര്യങ്ങൾക്കായി ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. ഫഖാൽ അയ്യുഹാദി അദാഖു ബഅൽ, ആരാണിത്? കല്യാണം കഴിച്ച ആളാണോ എന്ന് ചോദിച്ചു. ഖുൽതു നഅം, അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, കൈഫ അൻതി ലഹു, നിങ്ങൾ ഭർത്താവിനോട് എങ്ങനെ പെരുമാറുന്നു? ഖാലത് മാ അദൂഹു ഇല്ലാ മാ അജസ്തു അൻഹു, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നവരെ അദ്ദേഹത്തിലേക്ക് ചായാതിരിക്കില്ല. എന്ന് പറഞ്ഞാൽ
പരമാവധി ഞാൻ അദ്ദേഹത്തിന് ചെയ്യാറുണ്ടല്ല, ദുർബലമാകുന്നത് വരെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാറുണ്ട്. അതിനനുസരിച്ച് നിന്റെ സ്ഥാനം എങ്ങനെയാണ്, എവിടെയാണ് അറിയുന്നു. ഭർത്താവ് ഒരു ഭാര്യയുടെ അരികിൽ ഏത് സ്ഥാനത്താണ് എന്നറിയാം. അദ്ദേഹമാണ് നിന്റെ സ്വർഗം, അദ്ദേഹമാണ് നിന്റെ നരകം. ഭർത്താവിനോടുള്ള നിന്റെ നിലപാടനുസരിച്ചിരിക്കും നിനക്ക് സ്വർഗം.